വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നോമ്പിലെ ഈ വെള്ളിയാഴ്ചയിൽ നമുക്ക് ധ്യാനം നയിക്കുന്നത് വൈദിക സെമിനാരിയുടെ മുൻ വൈസ് പ്രിൻസിപ്പലായിരുന്ന ബഹുമാനപ്പെട്ട TJ ജോഷുവ അച്ഛനാണ്. അച്ഛൻ പല പ്രാവശ്യം ഇവിടെ വന്ന് നമുക്ക് ധ്യാനത്തിന് നേതൃത്വം നൽകുകയും വചന ശുശ്രൂഷ നടത്തി നമ്മയൊക്കെയും സ്വാന്തനിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛൻ ശതാഭിഷിക്തനായതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ സെമിനാരിയിലേക്ക് വരുന്നത്. വൈദിക കുലത്തിൻ്റെ മഹാഗുരുവായ ബഹുമാന്യനായ TJ ജോഷുവ അച്ഛനെ ഈ സെമിനാരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛനെ സംബന്ധിച്ച് പറയുവാനായിട്ട്, നിങ്ങളെ അറിയിക്കുവാനായിട്ട് ഒന്നും തന്നെ ഞങ്ങളുടെ പക്കലില്ല എന്നുള്ളതാണ് സ്പഷ്ടം. എന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് അനുഗ്രഹം നൽകുന്നതാണ്, നമുക്ക് സ്വാന്തനം നൽകുന്നതാണ്, അതോടൊപ്പം തന്നെ ആത്മാവിൽ നമ്മെ പ്രചോദിപ്പിക്കുന്നതാണ് എന്നുള്ളതിന് സംശയമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തൂലിക എന്ന് പറയുന്നതും അനീതിക്കെതിരെയുള്ള പടവാളായിട്ട് എല്ലാ ഞായറാഴ്ചയും നാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ജാതി മത വർഗ വ്യത്യാസമന്യേ, സമുദായ വ്യത്യാസമന്യേ, അത് എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും എല്ലാവർക്കും വേണ്ടുന്നതാകുന്ന നേതൃത്വപരമാകുന്ന ചിന്തകൾ ഉതിർത്തുന്നതാകുന്ന വാക്കുകളാണ് എല്ലാ ഞായറാഴ്ചയും മലയാള മനോരമയിലൂടെ ഇന്നത്തെ ചിന്താവിഷയത്തിലൂടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വാക്കുകളിലൂടെ കടന്നു വരുന്നത്. ഇന്ന് അദ്ദേഹം ശതാഭിഷിക്തനായി ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് സന്തോഷമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവസുറ്റതാകുന്ന വാക്കുകൾ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടുന്നതാകുന്ന അനുഗ്രഹം പ്രദാനം ചെയ്യുന്നു എന്നുള്ളതിന് സംശയമില്ല. ആ പിതാവിനെ പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഓർത്ത് സെമിനാരിക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിക്കട്ടെ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് സാന്ത്വനമരുളട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനേകമാകുന്ന പരീക്ഷകളിലൂടെ കടന്നുപോയി ആ പരീക്ഷകളെല്ലാം ദൈവശക്തിയാൽ അതിജീവിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും മഹത്വകരം എന്നുള്ളതാണ് വസ്തുത. യഹോവയുടെ ശക്തിയാൽ ഞാൻ മതിലുകളെ ചാടിക്കടക്കുമെന്ന് ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ മതിലുകളെയും പ്രയാസങ്ങളുടെ ഘട്ടങ്ങളെയും വ്യക്തിപരമാകുന്ന ജീവിതത്തിലൂടെ പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ അതൊക്കെ വഴിമാറ്റി നടത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഇപ്പോൾ ഈ സെമിനാരിയിലെ എല്ലാവർക്കും വേണ്ടി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പൈതങ്ങളായിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരിക്കുന്ന വന്യനായ ഔഗേൻ റമ്പാച്ചൻ പൊന്നാനെ അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ സ്വാഗതം ചെയ്ത് പ്രസംഗിക്കുന്നതായി. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളുടെ വൈദിക ഗണത്തിൻ്റെ എല്ലാം ഗുരുവായിരിക്കുന്ന, നമ്മുടെ എല്ലാ ആത്മീയപിതാവായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛനെ, ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ അല്ലെങ്കിൽ അലക്സ് ദാനിയൽ അച്ഛനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി ആ വാക്കുകളിലേക്കൊന്നും കയറുന്നില്ല. സമയം നഷ്ടപ്പെടുത്താതെ അച്ഛൻ്റെ വചനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾക്ക് പകർന്നു തരുവാൻ വേണ്ടി ദൈവം ശക്തീകരിക്കട്ടെ. അനേക കാലങ്ങളായിട്ട് സഭയുടെ ശബ്ദമായിട്ട് ദൈവവചനം പ്രഘോഷിക്കുവാൻ ദൈവം ഇടയാക്കി. ഇടയ്ക്ക് ശാരീരിക ക്ഷീണതകളും ബലക്ഷയങ്ങളും വന്നപ്പോഴൊക്കെയും അദ്ദേഹത്തിൻ്റെ തൂലികൾ കൂടി അത് സംസാരിച്ചു. വീണ്ടും ദൈവം ശക്തീകരിച്ച് നമ്മുടെ ഇടയിലാക്കിയിട്ടുണ്ട്. ദൈവം കൂടുതലായിട്ട് അദ്ദേഹത്തിന് എല്ലാ കൃപകളും ചൊരിയട്ടെ എന്ന ബലഹീന മക്കളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് സന്തോഷത്തോടെ ഞങ്ങളുടെ ഗുരുവിനെ ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, സെമിനാരിയുടെ പേരിൽ ഈ സമയത്ത് സ്വാഗതം ചെയ്തോളൂ. ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ നമ്മുടെ തലകളെ വണക്കി കർത്തൃ സാന്നിധ്യം നമ്മോടുകൂടെ ഉള്ളത് ഓർത്തുകൊണ്ട് അവിടുത്തെ അനുഗ്രഹങ്ങൾക്കും ആശസ്സുകൾക്കും വേണ്ടി ഏകാത്മാവിൽ ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യെരുശലേമിലെ മാളിക മുറിയിൽ
ഏകാഗ്രചിത്തരായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഉദ്ധിതനായ കർത്താവ് എഴുന്നള്ളി അവർക്ക് സമാധാനം അരുളിയത്. ഹൃദയഭാരവുമായി ഭാവിയെപ്പറ്റിയുള്ള ഉത്കണ്ഠ നിറഞ്ഞ ചിന്തകളോടും വികാരങ്ങളോടും കൂടി കഴിഞ്ഞുകൂടിയ ആ സമൂഹത്തിന് കർത്താവിൻ്റെ ശബ്ദം കേട്ട് അവിടുത്തെ തിരുമുഖം കണ്ട് ആണിപ്പഴുത്തുള്ള കരങ്ങൾ തങ്ങളിലേക്ക് നീട്ടിയിരിക്കുന്നത് കണ്ട് സന്തോഷവും സമാധാനവും ആശ്വാസവും ധൈര്യവും അവർക്ക് ലഭിക്കുകയുണ്ടായി. ആ ഒരു അനുഭവത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം കർത്താവേ, ഈ ദിവസം ഇത് അങ്ങയുടെ കഷ്ടാനുഭവത്തിൻ്റെ ദിവസമാകുന്നു, വെള്ളിയാഴ്ച. ഇന്ന് ഞങ്ങളിവിടെ കൂടിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ അനുഭവം കൈവരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ ആദ്യോടന്തം ഞങ്ങളെ നയിക്കണമേ, കാത്തുകൊള്ളണമേ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകൾ നിന്റെ ഇഷ്ടപ്രകാരവും ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ധ്യാനം നിന്റെ തിരുമുൻപാകെ പ്രസാദകരവും ആയിരിക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എന്നോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും പ്രത്യേകമായി ഞാൻ ബഹുമാനപ്പെട്ട റമ്പാച്ചനോടും മറ്റു വൈദികരോടും എൻ്റെ ആത്മാർത്ഥമായ നന്ദി ആദ്യമേ തന്നെ ഞാൻ അറിയിക്കട്ടെ. ഞാനിവിടെ വന്നപ്പോൾ ഒരു സഹോദരി എൻ്റെ പേർക്ക് ഒരു കുറിപ്പ് തരികയുണ്ടായി. അതിൽ മൗനിയായി 7 ദിനങ്ങൾ എന്നുള്ള എൻ്റെ ഒരു പുസ്തകമുണ്ട്. അത് ലക്ഷങ്ങൾ കോപ്പികൾ ചെലവായിട്ടുള്ളൊരു പുസ്തകമാണ്. ക്യാൻസർ രോഗികൾക്ക് വായിച്ച് ആശ്വാസം കണ്ടെത്തുവാൻ സഹായിച്ചിട്ടുള്ളൊരു ചെറിയ പുസ്തകമാണ്, അത്ര വലുതൊന്നുമല്ല. ഇതാണ് ആ പുസ്തകം. അതിൻ്റെ കോപ്പി എവിടെ കിട്ടും, അതിലൊരു കോപ്പി ലഭിക്കുവാൻ ഒക്കുമോ എന്ന് എന്നോട് വന്നപ്പോൾ ചോദിച്ചു. അപ്പം അതിന് എനിക്ക് ഉത്തരം ആദ്യമേ ഞാൻ പറയട്ടെ. ഇവിടെ അടുത്തുള്ള പീടികയിൽ ബുക്ക് ഹൗസാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അവിടെ ലഭിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ, മറ്റൊരു ബുക്ക് ഹൗസിലും ഇതില്ല എന്നുള്ള കാര്യം അറിയിക്കട്ടെ. ഞാൻ കുറേ കോപ്പികൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് ഓരോരുത്തർ വരുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നത്. അതാണ് ആ പുസ്തകത്തെ സംബന്ധിച്ച് പറയുവാനായിട്ടുള്ളത്. നാവിൽ റേഡിയം നീഡിൽ കയറ്റി വെച്ചുകൊണ്ട് 7 ദിവസം ഒരു മുറിക്കകത്ത് അടയ്ക്കപ്പെട്ട് പുറത്ത് താഴിട്ട് പൂട്ടി അതിനകത്ത് കഴിഞ്ഞുകൂടിയ ആ ദിവസങ്ങൾ വേദനയുടെയും ഏകാന്തതയുടെയും തടവറയിൽ എന്നതുപോലെ കഴിച്ചുകൂട്ടിയ ദിവസങ്ങൾ ഓരോന്നും എങ്ങനെ അതിനെ ഞാൻ അതിജീവിച്ചു എന്നുള്ളത്, വേദന ഒരു വശത്ത്, ഏകാന്തത അതോടൊപ്പം, അതുപോലെ തന്നെ ആശങ്ക മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഇതിനെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതുകൊണ്ട് ഓരോ ദിവസവും ഓരോ ചിന്തകൾ ആ പരിമിതമായ ചുറ്റിൽ അവിടെ കട്ടിൽ കിടന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് എഴുതിയതാണ്. ആ 7 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇത് 1000-10,000-ങ്ങൾക്ക് വളരെ ആശ്വാസം നൽകിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തെപ്പറ്റി അത്രയും മാത്രമേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. കർത്താവിൽ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളും ഒത്ത് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം അസ്വസ്ഥമായ ഹൃദയത്തിന് ആശ്വാസം എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ്. അസ്വസ്ഥമായ ഡിസ്റ്റർബ്ഡ് ആൻഡ് ട്രബിൾഡ് ഹാർട്ട്സ്, ഇന്ന് അനേകരുടെയും അവസ്ഥ അതാണ്. അസ്വസ്ഥമായ ഹൃദയങ്ങളോടെ, നീറിപ്പുകയുന്ന ആ ഹൃദയങ്ങളോടെ കഴിയുന്നവർ അനേകർ. എങ്ങനെ, എവിടെ നിന്ന് ആശ്വാസം ലഭിക്കുവാൻ കഴിയും? ഈ TV-യിലുള്ള പരിപാടി കണ്ടും അതുപോലെ തന്നെ മനോരമയിലെ എഴുത്ത് വായിച്ചും മറ്റുമൊക്കെ ആയിട്ട് പല ആളുകൾ പല ഭാഗത്തു നിന്ന് മിക്കവാറും ഒരു ദിവസം ഒരാളെങ്കിലും വിളിക്കാറുണ്ട്. ഓരോ വിദേശത്തു നിന്നും അത് പല ഭാഗത്തു നിന്ന് അവരിൽ നിന്നൊക്കെയും ആവശ്യപ്പെടുന്ന ഒന്ന്,
ഈ ഒരു വലിയ പ്രശ്നം എന്നെ നേരിടുന്നു, ഞാൻ എന്ത് ചെയ്യേണ്ടു, എനിക്ക് അറിയാൻ പാടില്ല, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ വിധത്തിൽ ഇന്ന് അനേകരെയും അലട്ടുന്ന പ്രശ്നമാണ് മാനസികമായ സംഘർഷം. ഇവിടെ നമുക്ക് എങ്ങനെ ആശ്വാസവും ധൈര്യവും ആത്മവിശ്വാസവും കണ്ടെത്തുവാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാൻ ഉള്ളത്. ആധാരമായി ഞാൻ എടുത്തിരിക്കുന്ന വേദവാക്യം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. യോഹന്നാൻ 14:1. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഇതാണ് കർത്താവിന്റെ വാക്കുകൾ. ഇതെവിടെ വെച്ചാണ്, എപ്പോഴാണ് കർത്താവ് ഈ വാക്കുകൾ പറഞ്ഞത് എന്നുള്ളത് കേൾക്കുമ്പോഴാണ്, ആരോടാണ് ഈ വാക്കുകൾ പറഞ്ഞത് എന്ന് കേൾക്കുമ്പോഴാണ് അതിന്റെ പ്രസക്തിയും അതിന്റെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാവുക. ഇത് മാളിക മുറിയിൽ വെച്ച്, യെരുശലേമിൽ മർക്കോസിന്റെ മാളിക എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ മറിയാമിന്റെ ഭവനം എന്ന് അറിയപ്പെടുന്ന ആ മാളികയിൽ വെച്ച്, വിശാലമായ ഒരു മാളികയാണ്. അവിടെ നമുക്കറിയാം 120-ൽ പരം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യവും മറ്റും ഉണ്ടായിരുന്ന വിശാലമായ സ്ഥലമാണ്. ആ മാളികയിൽ വെച്ചാണ് കർത്താവ് അന്ത്യമായി തന്റെ പന്തിഭോജനം നടത്തുന്നത്. അതിനുശേഷമാണ് അവിടുന്ന് കുർബാന സ്ഥാപിക്കുന്നത്. അത് തന്റെ അന്ത്യരാത്രിയായിരുന്നു. ശിഷ്യന്മാരുമൊത്ത് 3-3.5 വർഷക്കാലം അവരോട് ഒരുമിച്ച് രാവും പകലും എല്ലായിടത്തും യഹൂദ്യയിലും ഗലീലയിലും സഞ്ചരിച്ച് പ്രവർത്തിച്ച് ആ വലിയ അനുഭവത്തിൽ കഴിഞ്ഞുകൂടിയിട്ട് ഇതതിൻ്റെ അന്ത്യരാത്രിയിലാണ്. അപ്പോൾ ശിഷ്യന്മാർക്കും അറിയാം ഇത് അന്ത്യരാത്രിയാകുന്നു എന്നുള്ളത്. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ വളരെയധികമായ ഉത്കണ്ഠയുണ്ട്. കാരണം തങ്ങൾ ഇതുവരെയും തള്ളക്കോഴി ചിറകടിയിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ അരുമനാഥന്റെ സാന്ത്വനം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ചിലപ്പോൾ പറയും, നിങ്ങൾ വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവീൻ എന്ന് വാത്സല്യത്തോട് അവരോട് പറയുകയും അവർക്ക് വേണ്ടതൊക്കെയും തക്ക സമയത്ത് നൽകി അവരെ ധൈര്യപ്പെടുത്തുകയും അവരെ തിരുത്തുകയും അവർക്ക് വേണ്ടത് ആശ്വാസവും പ്രബോധനവും നൽകി കൂടെ ഉണ്ടായിരുന്ന തങ്ങളുടെ ഗുരുനാഥൻ എടുക്കപ്പെടുകയാണ്. ഇനിയും തങ്ങൾക്ക് നഷ്ടമാവുകയാണ്. ഈ രാത്രി മാത്രമാണുള്ളത് എന്നവർക്കറിയാം. ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്നുള്ള അനുഭവത്തിലേക്ക് എത്തുമ്പോൾ ആ ശിഷ്യന്മാരുടെ ഉത്കണ്ഠയും അവരുടെ ഹൃദയത്തിന്റെ വികാരവായ്പും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വളരെ അസ്വസ്ഥമായ ഹൃദയത്തോടെയാണ്. കാരണം ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠയാണ് അവരെ അധികമായി മഥിക്കുന്നത്. എന്ത് സംഭവിക്കാം? ഇതുവരെയും ഞങ്ങൾക്ക് ഓടിയെത്തുവാൻ എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന കർത്താവ്, ആ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന അനാഥത്വം, അപ്പോഴുണ്ടാകുന്ന ആ വലിയ ഏകാന്തത, ഇതൊക്കെയും അവരെ വളരെയധികമായി ഭാരപ്പെടുത്തിയതുകൊണ്ട് കർത്താവ് അത്താഴമെല്ലാം കഴിഞ്ഞ് കാലുകൾ ശുശ്രൂഷയും കഴിഞ്ഞ് ആ മാളികയിൽ ഇരുന്ന് അവരോട് സംസാരിക്കുവാൻ തുടങ്ങുകയായിരുന്നു. ആ മാളികയിൽ വെച്ച് നടത്തിയ പ്രഭാഷണം യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കേൾക്കാം, വായിക്കാം. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. അത് പറയുന്നത് ദി അപ്പർ റൂം ഡിസ്കോഴ്സ്, മാളികയിൽ വെച്ചുള്ള പ്രഭാഷണം എന്നാണ് പറയുന്നത്. അത് മറ്റു 3 സുവിശേഷങ്ങളിലും ഇല്ലാത്തതാണ്. കർത്താവ് ഹൃദയം തുറന്നവരോട് സംസാരിക്കുവാൻ ആരംഭിക്കുമ്പോൾ അവരുടെ മുഖത്തേക്കൊക്കെ നോക്കി, അടുക്കലിരിക്കുന്ന ഓരോരുത്തരെയും നോക്കി, അപ്പോഴാണ് വളരെയധികം മ്ലാനവദനരായിട്ട്, വികാരതരളിതരായിട്ട്, ഹൃദയത്തിന്റെ ഭാവങ്ങൾക്ക് മുഖത്ത് വളരെയധികം അത് പ്രകടമാണ്. ആ സമയത്താണ് പറഞ്ഞത്, നിങ്ങൾ കലങ്ങിപ്പോവരുത്. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോവരുത്. ഇത് കർത്താവ് പറഞ്ഞിട്ട് അതിന് പ്രതിവിധി ഉടനെ കൊടുക്കുന്നുള്ളൂ. എന്താ പ്രതിവിധി? ഹൃദയം കലങ്ങിപ്പോവാതെ, അസ്വസ്ഥത ബാധിക്കാതെ, സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും അനുഭവത്തിൽ കഴിയണമെങ്കിൽ അവിടുന്ന് ഒറ്റമൂലിയായി കൊടുത്ത പ്രതിവിധി അവിടെ അടുത്ത വാക്യത്തിലാണ് ഉള്ളത്.
ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്നുള്ളത് ഇവിടെ നമുക്ക് ഓർക്കാവുന്നതാണ്. ഞാനിവിടെ സൂചിപ്പിച്ചത് അന്നത്തെ ആ ശിഷ്യന്മാരെ പോലെ അല്ലെങ്കിലും അവരുടെ മനോവികാരമല്ല എങ്കിലും ഇന്നെന്നെ കേൾക്കുന്ന അനേകർ പല സ്ഥലത്തു നിന്ന് എത്തിയിട്ടുള്ളവരുണ്ട്. അനേകരുടെയും ഹൃദയത്തിൽ വളരെയധികമായ വീർപ്പ് മുട്ടുന്ന ഭാരങ്ങളും ചിന്തകളും ആകുലങ്ങളും ഉത്കണ്ഠകളും മുറ്റി നിൽക്കുന്നുണ്ട് എന്നുമുള്ളത് എനിക്കറിയാം. ചിലർക്ക് അവരുടെ കുടുംബത്തിന്റെ പ്രശ്നമാണ്. ഇന്ന് കുടുംബ പ്രശ്നങ്ങളാണ് അനവധി ആളുകളെയും അലട്ടുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വൈരക്കേട്, മക്കളിൽ നിന്നുള്ളതായ പ്രയാസങ്ങൾ. മിനിഞ്ഞാന്ന് ഒരു മാതാവ് കത്തോലിക്ക സഭയിലുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം ഈശോ മിശിഹ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആ വാക്കിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് എന്നെ വിളിച്ചു. അച്ഛൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഏക മകളേ ഉള്ളൂ. അവൾ ഇന്ന് ഞങ്ങളോട് മറുതലിച്ച് മറ്റൊരു വിവാഹം കഴിക്കുവാൻ പോകുന്നു. എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങളുടെ വളർത്തു ദോഷമാണോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഏറെ നേരം സംസാരിച്ചത് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെയാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ളതായി വിള്ളൽ. ഇങ്ങനെ കുടുംബത്തിന്റെ സ്വൈരത ഇല്ലാത്തവരായിട്ട്, സമാധാനം അവിടെ ഇല്ലാത്തവരായിട്ടുള്ള ആളുകൾ ഒട്ടേറെയുണ്ട്. സാമ്പത്തികമായ ഭാരം കൊണ്ട് നെടുവീർപ്പെടുന്ന ആളുകളെയും ചുരുക്കമായിട്ടല്ല ഞാൻ കാണുന്നത്. ചില രോഗങ്ങൾ ബാധിച്ചിട്ട് അതിനേക്കുള്ള ഭാരമാണ്. ക്യാൻസറുണ്ട്, അതിന് വളരെ വ്യാപകമായിട്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത് ബാധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന വിഷയങ്ങൾ മുഖാന്തരം ഹൃദയത്തിൽ എപ്പോഴും തിങ്ങി വിങ്ങിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ കൊണ്ട് കഴിയുന്നവരെയാണ് ഏറെ കാണുന്നത്. ഒരു സ്ത്രീ ഒരു ഡോക്ടറെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് ഇന്ന സോക്കേടുണ്ടെന്നാ തോന്നുന്നത്. എനിക്ക് ആകെപ്പാടെ ഒരു വെപ്രാളം. ആ സോക്കേടാണെങ്കിൽ അത് വളരെ മാരകമായിട്ടുള്ളതാണല്ലോ. അപ്പൊ ഈ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് ആ സോക്കേടുണ്ടെന്ന് എങ്ങനെയാ നിങ്ങൾക്ക് തോന്നിയത്? എന്താ നിങ്ങളുടെ അതിനുള്ള തെളിവെന്താ? അതിനുള്ള ലക്ഷണം എന്താ? നിങ്ങൾക്ക് എന്താ പറയുക? എനിക്ക് അങ്ങനെ പ്രശ്നവും പ്രയാസവും അത് ഉണ്ടെന്ന് എനിക്കങ്ങനെ തോന്നുക. അപ്പൊ പറഞ്ഞു, ആ രോഗം ഉണ്ടായിരുന്നാലും ആദ്യമൊന്നും അതിന്റെ പ്രത്യക്ഷമായിട്ടൊന്നും അതിന് തെളിഞ്ഞെന്ന് വരില്ല. പരിശോധനയിൽ കൂടിയ അത് തന്നെയാ എന്റെ പ്രശ്നം. ഒന്ന് പരിശോധനയിൽ കൂടിയേ തെളിയുള്ളല്ലോ എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഇല്ലാത്ത രോഗത്തെ കുറിച്ച് പോലും സങ്കല്പിച്ച് ഉള്ളിൽ ആധിയും അതുപോലെ തന്നെ ഭാരവും പേറിക്കൊണ്ട് നടക്കുന്ന ആളുകളെ ഒട്ടേറെ നമുക്ക് കാണുവാനായിട്ടുണ്ട്. ഞാൻ വായിച്ച ഒരു വാക്യമാണ്. ഇംഗ്ലീഷിലെ ഒരു കവിയാണ്, ജോൺ കീറ്റ്സ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. ഇമാജിനറി ഗ്രീവൻസസ് ഹാവ് ഓൾവേസ് ബീൻ മൈ ടോർമെന്റ് മോർ ദാൻ ദ റിയൽ വൺസ്. യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സങ്കല്പിച്ചുകൊണ്ടുള്ളതായ ആ ആവലാതികളാണ് എനിക്ക് ഏറ്റവും എന്നെ അലട്ടിക്കൊണ്ടിരുന്നത് എന്ന്. ഉള്ളതൊന്നുമല്ല, പക്ഷെ സങ്കല്പിച്ച് അങ്ങനെ ആണെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നിങ്ങനെ ചിന്തിച്ചു പോകുന്ന അതിനെപ്പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് മാനസിക സംഘർഷം നിമിത്തമായി അനവധി ആളുകൾക്ക് ശാരീരികമായ പല രോഗങ്ങളും വന്നു വരുന്നുണ്ട്. ഉറക്കമില്ലാത്ത ആളുകൾ, വളരെ ഉറക്കമില്ലായ്മയുടെ ഫലമായിട്ട് ദഹനക്കേട്, അത് മുഖാന്തരമായിട്ട് കുടലിൽ കുരുക്കൾ ഉണ്ടാകുന്നത്, അത് മുഖാന്തരമായി ബ്ലഡ് പ്രഷർ സംഭവിക്കുന്നത്. ഇങ്ങനെ മനസ്സിന്റെ പിരിമുറുക്കം കൊണ്ട്, മനസ്സിന്റെ സ്വസ്ഥതയില്ലായ്മയും അവിടെയുള്ളതായ ആ ടെൻഷൻ, ആന്തരികമായ ടെൻഷൻ, സംഘർഷം, സമ്മർദ്ദം, അതിന്റെ ഫലമായിട്ട് ശാരീരികമായ പല രോഗങ്ങളിലേക്കും, അത് ഇംഗ്ലീഷിൽ പറയും സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് ഡിസീസസ് എന്ന്. ഇന്ന് അങ്ങനെയുള്ള ഒട്ടേറെ രോഗികളെ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ്. ഇതൊക്കെ വരുമ്പോൾ ചിലർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? മദ്യപാനത്തിലേക്ക് തിരിയും. നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ആകപ്പാടെ കടം കയറി നശിച്ചു. ലോകത്തിന്റെ എനിക്ക് സമാധാനം കിട്ടാൻ മറ്റൊന്നുമില്ല. ഇതങ്ങ് അകത്തി എന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയത്തേക്കെങ്കിലും ഒന്നും അറിയാതെ കഴിയാമല്ലോ എന്ന് വിചാരിച്ച് മദ്യത്തിന്റെ ആ മടിത്തട്ടിലേക്ക് ചെന്ന് വീഴുന്ന ആളുകൾ അനവധിയുണ്ട് എന്ന് ഞാൻ പറയട്ടെ. ഇതെല്ലാമാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്ന് നാം ഓർത്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. കർത്താവായ യേശുക്രിസ്തു, ദ ഗ്രേറ്റ് ഫിസിഷ്യൻ, ഏറ്റവും വലിയ
വൈദ്യനായിരിക്കുന്ന കർത്താവ് നമ്മുടെ ഇന്നത്തെ ഈ ദുസ്ഥിതിക്ക് പരിഹാരമായി അവിടുന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യമാണ് നാം കേട്ടത്. എന്തായിരുന്നു അവിടുന്ന് നിർദ്ദേശിച്ചത്? ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസം ഒന്നാണ് നമുക്ക് ശക്തിയും ധൈര്യവും നമുക്ക് സമാധാനവും പ്രത്യാശയും ഒക്കെ ഉളവാകുന്നതിന് സ്ഥായിയായിട്ട് അടിസ്ഥാനമായിരിക്കുന്ന ഒന്നാണ്. കർത്താവ് പറഞ്ഞത് ഇതല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പറയും ഞങ്ങളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ എന്ന്. അത് ശരിയാ. ഇപ്പൊ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞതേ ഉള്ളൂ. സർവശക്തിയുള്ള പിതാവായി അങ്ങനെ ഉരുവിടുന്ന അനുഭവത്തിൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നു എന്നുള്ളത് ശരിയാണ്. യാക്കോബ് ശ്ലീഹ പറയുന്നത് കേൾക്കണമോ? പിശാചുക്കളും ദൈവം ഏകനേ ഉള്ളൂ എന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് വലിയ കഴമ്പൊന്നുമില്ല. അത് പിശാചുക്കളും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവം ഏകനേ ഉള്ളൂ എന്നും അവർ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന്റെ അതിന്റെ മാറ്റ് എന്താണ്? വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് ദ ഫെയ്ത്ത് ഇൻ ഗോഡ്? ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ മാനദണ്ഡം, അതിന്റെ അളവ് എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്? ഈ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഈ ധ്യാനത്തിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 4 കാര്യങ്ങൾ ഞാൻ എടുത്തു പറയട്ടെ. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ എപ്പോഴും അക്കമിട്ടാൽ ഞാൻ പറയുന്നത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ളത് കൊണ്ട് എൻ്റെ പുസ്തകങ്ങളിലും ആ ഒരു ശൈലിയാണ് ഞാൻ അവലംബിക്കുന്നത്. അതുകൊണ്ട് അനേകർക്ക് അത് വളരെ സൗകര്യപ്രദമാണ്. അത് വീണ്ടും അത് പഠിച്ച് ഉരുവിടുന്നതിനൊക്കെ സഹായകമാണ്. ഒന്നാമത്തെ കാര്യം അവിടെ നാം ഈ പറഞ്ഞത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്ന്. ആ വിശ്വാസത്തിന് 4 മുഖങ്ങൾ ഉണ്ട്. ആ വിശ്വാസത്തിന് 4 പരിമാണങ്ങളുണ്ട്, 4 ഡൈമെൻഷൻസ് ഉണ്ട്. അതെന്തൊക്കെ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് ഫെയ്ത്ത് ഇൻ ദ പ്രോവിഡൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദിവ്യ പരിപാലനയിലുള്ള ആ വിശ്വാസമാണ് നമ്മെ നയിക്കേണ്ടത്. ഈ വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ സ്ഥായിയായി എൻ്റെ രക്തത്തിലും എൻ്റെ മജ്ജയിലും എൻ്റെ എല്ലാ അനുഭവത്തിലേക്ക് ഇഴുകിച്ചേരുന്ന ഒരു വിശ്വാസമായിട്ടത് മാറണം. നാവിൽ കൂടി ഉച്ചരിക്കുന്നതല്ല എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അതിൽ ഒന്നാമത്തതാണ് ഫെയ്ത്ത് ഇൻ ദ പ്രോവിഡൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദിവ്യ പരിപാലനത്തിൽ, ദിവ്യ സംരക്ഷണയിൽ ഉള്ളതായ ആ ഒരു വിശ്വാസമാണ് നമ്മെ ഈ അവസരത്തിൽ പ്രത്യേകമായി ഭരിക്കേണ്ടത്, നയിക്കേണ്ടത്. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവനായി ദൈവം ആ സൃഷ്ടി നടത്തിയിട്ട് മാറി കൈലാസത്തിൽ പള്ളിശയനം കൊള്ളുന്ന ഒരു ദൈവമല്ല. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിച്ച് പരിപാലിച്ച് അതിനെ ഒരു ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. അതാണ് ഹീസ് നോട്ട് ആൻ ആബ്സെന്റി ഗോഡ്. മാറി വിദൂരതയിലിരിക്കുന്ന ദൈവമല്ല, ഈ പ്രപഞ്ചത്തിന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് തോന്നും സുനാമി പോലുള്ള ദുരന്തങ്ങൾ, അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ, മറ്റു പലതുമൊക്കെ സംഭവിക്കുമ്പോൾ ദൈവമാണോ ഇതിനൊക്കെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്? ദൈവത്തിന്റെ നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് എന്ത് എന്നൊക്കെ നമുക്ക് പലപ്പോഴും സന്ദേഹങ്ങളും സംശയങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ വരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഡമാസ്കസിൽ പണ്ട് പോയ സമയത്ത് ഈ കാർപ്പറ്റ് നെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി ഞാൻ ഓർക്കുന്നുണ്ട്. മനോഹരമായ കാർപ്പറ്റ് നെയ്യുന്ന അവിടെ കണ്ടത്, അതിൻ്റെ താഴത്തെ വശത്ത് നോക്കിയപ്പോൾ കുറെ പലതരത്തിലുള്ളതായ നൂലുകൾ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. അത് ചിലത് മുറിച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെയാണ്. അത് കണ്ടിട്ട് ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ അത് പൂർത്തീകരിച്ച് അത് തിരിച്ചിടുന്ന സമയത്താണ് മനോഹരമായ ഡിസൈൻ, അതിൻ്റെ എല്ലാം ഭംഗിയായിട്ട് നാം കാണുന്നു. അതിൻ്റെ ആ നിർമ്മാതാവിന് അതിനെപ്പറ്റി ഒരു ലക്ഷ്യമുണ്ട്. അത് ഇന്ന വിധത്തിലായിരിക്കും അത് രൂപപ്പെട്ടു വരുമ്പോൾ എന്നുള്ളതായ ചിത്രം മനസ്സിലുള്ളത് കൊണ്ട് അതനുസരിച്ചാണ് ഇതിൻ്റെ ചെയ്യുന്നത്. പക്ഷെ അതിനിടയ്ക്ക് നോക്കുമ്പോൾ അത് ഏതോ ഒക്കെ നൂല് കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. ഇതൊന്നും നമുക്ക് വ്യക്തമല്ല എന്നതുപോലെ തന്നെയാണ് തോന്നുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെയും പറയുന്ന ഒരു വലിയ വാക്യമുണ്ട്.
എഫേസ്യർ 1:10 അവിടെ പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം ക്രിസ്തുയേശുവിൽ പിന്നെയും ഒന്നായി ചേർക്കുക എന്നുള്ള കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം ബോത്ത് തിങ്സ് ഇൻ ഹെവൻ ആൻഡ് ഓൺ എർത്ത്, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് ദൃശ്യവും അദൃശ്യവുമായിരിക്കുന്നത് എല്ലാം ഒന്നിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവം പ്രപഞ്ചത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നും ദൈവത്തിന്റെ പരിപാലനത്തിൽ നിന്നും ദൈവത്തിന്റെ സംരക്ഷണയിൽ നിന്നും ഒന്നും അന്യമായിട്ടില്ല എന്നുള്ളത് നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതാണ്. പോവട്ടെ, പ്രപഞ്ചത്തിൻ്റെത് അങ്ങനെ ഇരിക്കട്ടെ, ഈ വ്യക്തി ജീവിതത്തെയും അവിടുന്ന് പരിപാലിക്കുന്നു എന്നുള്ളതാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതം നിങ്ങൾ എടുക്കുക, അവിടെ ദൈവത്തിന്റെ പരിപാലനം, ദ പ്രോവിഡൻസ് ഓഫ് ഗോഡ്, അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അനുഭവപ്പെടുന്ന വസ്തുതയാണ്. ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. ഒരു ബാലൻ ആട്ടിടയനായിരുന്ന ആ കുടുംബത്തിൽ ജനിച്ചൊരു ബാലനാണ്. അവൻ സ്വപ്നക്കാരനാണ്. പക്ഷേ ആ സ്വപ്നത്തിൽ കഴിയുന്ന അവൻ ഒരിക്കൽ സ്വപ്നം കണ്ടത് എന്താണെന്ന് അറിയാമോ? അവന്റെ അപ്പനും അമ്മയും ഒക്കെ അവനെ കുമ്പിട്ട് വണങ്ങും എന്ന്. പോരാ, അവന്റെ സഹോദരങ്ങൾ 11 പേരും അവരും വന്ന് അവനെ വണങ്ങും എന്ന്. ഈ സ്വപ്നാടക്കാരനെ മറ്റുള്ളവർ വെറുതെ വിടുമോ? ഈ സഹോദരങ്ങൾക്ക് അവനോട് വിദ്വേഷമായി, അവനോട് അസൂയായി. ആ ഒരു വിധത്തിലാണ് യൗസേപ്പിന്റെ കഥ തുടങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ജ്യേഷ്ഠ സഹോദരങ്ങൾ ആടുകളെ മേയിക്കുന്ന സ്ഥലത്തേക്ക് അവർക്ക് ഭക്ഷണവുമായി പിതാവ് നിയോഗിച്ചയച്ചപ്പോൾ അവിടേക്ക് അവൻ പോയി. അവിടെ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള ദുരന്തങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്കറിയാം. ഇവനെ വകവരുത്തുവാൻ പൊട്ടക്കണത്തിലെടുത്തിട്ടത് എത്ര ദുരന്തമായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടിമയായി വിറ്റത്, അത് അതിനേക്കാൾ അവിടെ ചെന്നപ്പോൾ അതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള തന്റെ ധാർമ്മികതയിൽ നിന്ന് വ്യതിചലിക്കാതെ സന്മാർഗ നിരതനായി ജീവിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായ പ്രത്യാഘാതമാണ് തലവറയിൽ കിടക്കുവാൻ ഇടയായത്. ഇങ്ങനെ എന്തെല്ലാമാണ്. പക്ഷേ അതിന്റെ പിമ്പിലെല്ലാം ദൈവത്തിന്റെ കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുന്ന 45-ാം അധ്യായത്തില് ഈ കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. 45:5 നമുക്ക് കേൾക്കാം. അവിടെ പറയുന്നത് 45-ാം അധ്യായം 5ഉം 7ഉം വാക്യങ്ങളില് ഈ ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുണ്ട്. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുകയായിരുന്നു. പിന്നെയും വായിക്കുന്നു, ജീവനെ രക്ഷിക്കേണ്ടതിന് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. ആർക്കും അറിയാൻ പാടില്ല. മാനുഷികമായ നിലയിൽ അത് സംഭവിക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ പറ്റിയാണ് യെരമ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പരിഭാഷയിൽ അത്ര വ്യക്തമല്ല എങ്കിലും ഞാനിത് വായിക്കട്ടെ. യെരമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം. യെരമ്യാവ് 29:11 കത്തോലിക്ക പരിഭാഷയാണ്, POC പരിഭാഷയാണ് വായിക്കുന്നത്. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിൽ ഉണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. ഓർത്തു നോക്കുക, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എനിക്കുണ്ട്. ഓരോരുത്തരെ കുറിച്ചും പറയുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരനെ പറ്റിയും സഹോദരിയെ പറ്റിയും ദൈവത്തിന് പറയാനുള്ളത്, ഐ ഹാവ് എ ഡിവൈൻ പ്ലാൻ ഫോർ യു മൈ ഡിയർ സൺ, മൈ ഡിയർ ഡോട്ടർ. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. അത് നിന്റെ ദോഷത്തിനായിട്ടുള്ളതല്ല, പിന്നെയോ നിനക്ക് ശുഭം വരുവാൻ, നിനക്ക് നന്മ വരുവാൻ, നിന്നെ ക്ഷേമത്തിലേക്ക് വരുത്തുവാൻ തക്കവണ്ണമുള്ളൊരു പദ്ധതിയാണ്. അത് ഓരോ വ്യക്തിയെ കുറിച്ചുമുണ്ട്. however insignificant you are, ലോകത്തിൽ വലിയ സ്ഥാനവും മാനവും പദവിയും ഒന്നും നിനക്കില്ലായിരിക്കാം, പക്ഷെ ഓരോ വ്യക്തിയെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പ്രോവിഡൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആ പരിപാലനത്തിൽ ആ പദ്ധതി അനുസരിച്ച് നമ്മെ നയിക്കുന്നു എന്നുള്ളത് ഇവിടെ ഓർക്കുവാനായിട്ടാണ്.
എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. ആ ദൈവത്തിൻ്റെ പരിപാലനം, ആ പ്രോവിഡൻസ് ഓഫ് ഗോഡ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തുന്നത് അതുകൊണ്ട് മാത്രമാണ്. 1992 ഡിസംബർ മാസം 30 അവിസ്മരണീയമായ ഒരു ദിവസമാണ്. 90 ഇപ്പം 20 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം വലിയ നോയമ്പിലാണ്, 25 നോമ്പിൽ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ഈ ഡിസംബർ 30 ഞാൻ ഭക്ഷണം കഴിഞ്ഞ് ഉച്ച സമയത്താണ് നാക്കിൽ ഒരു എരിവ് തോന്നി, ഒരു നീറ്റൽ പോലെ തോന്നുന്നു, ആകപ്പാടെ വലിയ അസ്വാസ്ഥ്യം. ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുറിക്കകത്ത് ചെന്ന് അതൊക്കെ നോക്കി, ഒരു വല്ല കുരുക്കൾ വല്ലതും നാവിലുണ്ടോ വായിലുണ്ടോ എന്ന്. ഒന്നുമില്ല. നാക്കിലും നീട്ടി നോക്കി, ഒന്നും കാണുന്നില്ല. നാക്കൊന്ന് പൊക്കി കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ നാവിൻ്റെ കീഴിൽ ഒരു കറുത്ത പൊട്ട്, മൊട്ടുസൂചിയുടെ പൊട്ടിൻ്റെ വലിപ്പത്തിലുള്ള ഒരു കറുത്ത പൊട്ട്. അവിടെ ഞാൻ പതുക്കെ വിരൽ മുട്ടിയ തൊട്ടപ്പോൾ ഇച്ചിരി വേദനയുണ്ട്. അപ്പോൾ മനസ്സിലായി ഈ നീറ്റിൽ അവിടെ നിന്നാണ് ഉണ്ടായത് എന്ന്. ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു. ഭാര്യ ഡോക്ടറായിരുന്നു. അതുകൊണ്ട് ഞാൻ വിളിച്ചു. തമാശ ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ നോക്ക് ഇതെന്താണെന്ന്, വല്ല ക്യാൻസറോ വല്ലതോ ആയിരിക്കുമോ? പുള്ളിക്കാരി ചിരിച്ചു. ചിരിച്ചിട്ട് പറഞ്ഞു, ആണെങ്കിൽ എന്താ, നമുക്ക് നേരിടാം ധൈര്യത്തോടെ. അന്ന് വൈകിട്ട് എൻ്റെ മകളും മരുമകനും രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഒരു വൈകിട്ട് വീട്ടിൽ വന്നിരുന്നു. പറഞ്ഞു, നമുക്ക് ഉടനെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം. എനിക്ക് പരിചയമുള്ള ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ചെന്തെന്നറിയാമോ? ഉടനെ ബയോപ്സി എടുക്കണം, നാളെ തന്നെ ചെയ്യണം. ഓ ആകട്ടെ, പിറ്റേ ദിവസം ഇന്ന് ബയോപ്സി ചക്ക തുന്നുന്നത് പോലെ നാവിൻ്റെ അടിയിൽ നിന്ന് അത്രയും ഭാഗം തുന്നി അതിങ്ങനെ ചുഴിഞ്ഞെടുത്തു മാറ്റി തയ്യലൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ബയോപ്സി വന്നപ്പോഴാണ് ക്യാൻസറാണ് എന്ന് വരുന്നത്. ആർക്കാ ഇത് കേൾക്കുമ്പോൾ? പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ഒരു പരിപാലനം, ചെറിയ നീറ്റൽ പോലും മാത്രമേ വന്നുള്ളൂ. അത് അറിയാതെ സാരമില്ല എന്ന് പറഞ്ഞ് അങ്ങ് കൊണ്ട് നയിക്കുകയായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാവുന്നത്? നിങ്ങൾക്കറിയാം, ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജരായിരുന്ന മത്തായി അച്ഛൻ, മേൽപ്പാടത്തുകാരൻ മത്തായി അച്ഛൻ നാവിൽ ക്യാൻസറായിട്ട് വേദനപ്പെട്ട് എത്രയധികം യാതന അനുഭവിച്ചാണ് മരിച്ചത് അദ്ദേഹം. ഞാൻ അറിയുന്ന മറ്റൊരു വൈദികൻ വൈലിപ്പള്ളി അച്ഛൻ, കോട്ടയത്ത് മദ്രാസിന് കങ്ങര, നാവിൽ ക്യാൻസറായിരുന്നു. ഞാനിത് ഓർത്തു പോവുകയാണ്. ദൈവം ആ സമയത്ത് ദ ഡിവൈൻ പ്രോവിഡൻസ് ഓഫ് ഗോഡ് അവിടെ ചൂണ്ടിക്കാണിച്ച് തന്നതുകൊണ്ട് അത് മാറ്റി. അതിനുശേഷമാണ് പിന്നെ പോയി റേഡിയം നീഡിൽ വെച്ച് ഈ 7 ദിവസം അവിടെ കിടന്ന് അതിനെപ്പറ്റി ആ കൊച്ചു പുസ്തകം ഞാൻ എഴുതുകയും മറ്റും ചെയ്തത്. ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്, ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിനൊരു കരുതലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അതിനെപ്പറ്റി സാക്ഷിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ അതിശയകരമായി, അത്ഭുതകരമായി, നാം ചിന്തിക്കുന്നതിലൊക്കെയും അപ്പുറമായ വിധത്തിൽ നയിക്കുവാനും നടത്തുവാനും ഉണ്ട് എന്നുള്ളത് നാം ഇവിടെ ഓർക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന്. അതുകൊണ്ട് കർത്താവ് പറയും, നിങ്ങൾ നാളേക്കായി വിചാരപ്പെടില്ല. ഡോണ്ട് ബി ആങ്ഷ്യസ് അബൌട്ട് ദ മോറോ, ഹി ഷൽ പ്രൊവൈഡ് ദ പ്രോവിഡൻസ് ഓഫ് ഗോഡ്. നമ്മെ അതിശയകരമായി, അത്ഭുതകരമായി ഓരോ വ്യക്തിയെക്കുറിച്ചും പറഞ്ഞല്ലോ, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതി നിന്റെ നന്മയ്ക്കാണ്. അതുകൊണ്ട് ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഡോണ്ട് ഗെറ്റ് ഡിസ്റ്റർബ്ഡ്, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. നീ അതുകൊണ്ട് അസ്വസ്ഥനായി നീ ആകപ്പാടെ തളർന്നു പോകരുത്. ദൈവത്തിന്റെ വിചാരണയിൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ അതെല്ലാം നന്മയിലേക്ക് വരുത്തുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. ആ ഒരു വലിയ സത്യം നമ്മെ ഭരിക്കേണ്ടതാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ ഇന്നത്തെ ചിന്താവിഷയം എഴുതിയതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ ക്രിസ്തീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഒരു മോട്ടോർ ബൈക്കിൽ പോകുന്ന സമയത്താണ് ആക്സിഡന്റ് ഉണ്ടായി. ഒരു വലിയ ട്രക്ക് വന്ന് ഇടിച്ച് അദ്ദേഹത്തിന്റെ കാലിൽ കൂടി കയറി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്ക് 2 കാലും ചതഞ്ഞരഞ്ഞ് അതങ്ങ് ചമ്മന്തി പരുവുമായി. ഓപ്പറേഷൻ ചെയ്ത് കൊണ്ട് നോക്കിയിട്ട് ഒന്നും നിവൃത്തിയില്ല. ആ അരയ്ക്ക് കഴിയുമ്പോൾ 2 കാലും മൂർച്ച കളയേണ്ടി വരും. അപ്പോഴേക്ക് എല്ലാവർക്കും നിരാശ തോന്നി. ഇത്രയും നല്ലൊരു മനുഷ്യൻ, നല്ല വിശ്വാസി, അങ്ങനെ അദ്ദേഹത്തെ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ വന്നുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു. അവരോട് എന്താ പറയുന്നത്? ഇദ്ദേഹത്തെ ധൈര്യപ്പെടുത്തുവാൻ, ഇനി ഇങ്ങോട്ട് തിയേറ്ററിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ 2 കാലും ഇല്ലാത്തവനായിട്ടാണല്ലോ വരുന്നത് എന്നുള്ളത്
അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, റിമെമ്പർ that Romans 8:28 is still in the scripture. റോമർ 8:28 ഇപ്പോഴും വേദപുസ്തകത്തിൽ ഉണ്ട്. ഇതാ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള, അദ്ദേഹത്തിന് വളരെ പ്രിയങ്കരമായ ഒരു വാക്യമാണ് 8:28. നിങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ്. റോമർ 8:28 എന്താ പറഞ്ഞത്? ഇപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ ഈ റോമർ 8:28 ഉണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള പരിഭാഷ ശരിയല്ല. ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ദൈവമാ പ്രവർത്തിക്കുന്നത്, അല്ലാതെ താൻ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരികയല്ല, ഓട്ടോമാറ്റിക് വ്യാപരിക്കുകയല്ല. ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു, ദൈവം അതിനെ നന്മയ്ക്കായിട്ട് വരുത്തുന്നു എന്നുള്ളത് നാം ഇവിടെ ഓർക്കേണ്ട വലിയൊരു സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട്, ആ ഒരു ദൈവം അതിൽ നിയന്താവായിട്ട്, പരിപാലകനായിട്ട് തൻ്റെ കയ്യിൽ ചുക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രയാസമൊന്നുമില്ല. മാർപ്പാപ്പ ഇപ്പോൾ റിട്ടയർ ചെയ്ത അദ്ദേഹം അവസാനമായി പറഞ്ഞ വാക്കുകൾ നമ്മൾക്ക് ധൈര്യം നൽകണം. അദ്ദേഹം പറഞ്ഞത്, കർത്താവ് കൂടെ ഉണ്ടായിരുന്നു ഈ നൗകയിൽ, ഈ ബോട്ടില്, വഞ്ചിയിൽ കർത്താവ് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ആ ചിന്ത, കാരണം അവിടുത്തെ നിയന്ത്രണത്തിലാണ് സകലതും ഇന്നും. ഈ ഒരു ചിന്തയാണ് എനിക്ക് ഒന്നാമത് പറയുവാനായിട്ടുള്ളത്. ദ ഡിവൈൻ പ്രോവിഡൻസ് ഓഫ് ഗോഡ്, ഫെയ്ത്ത് ഇൻ ദ പ്രോവിഡൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പിതൃവിചാരണയിൽ, ദൈവത്തിന്റെ പരിപാലനത്തിൽ, ദൈവത്തിന്റെ ഓരോ വ്യക്തിയെ കുറിച്ചുള്ള പദ്ധതിയിൽ നാം പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവം അത് നിവർത്തിക്കുമെന്നുള്ള ചിന്തയും വരുമ്പോൾ എന്തും വരട്ടെ, നമുക്കതിനെയൊക്കെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നേരിടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഞാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, അത് CSSലും ഈ ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടുന്ന പുസ്തകമാണ്. ദൈവമേ നീ എൻ്റെ ദൈവം. ആ പുസ്തകത്തിന് ഒരു ഉപശീർഷകം കൂടിയുണ്ട്, രോഗമെന്ന തുടർക്കഥയും വിശ്വാസ പ്രതികരണവും എന്നാണ്. ദൈവമേ നീ എൻ്റെ ദൈവം. 13 എപ്പിസോഡുകൾ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒന്നിനു പുറകെ ഒന്നായിട്ട്. ക്യാൻസർ 2 പ്രാവശ്യം, പ്രോസ്റ്റേറ്റ് വന്ന് സർജിക്കൽ തിയേറ്ററിൽ വെച്ച് തന്നെ തൈലാഭിഷേകം നടത്തിയത്, അതുപോലെ മറ്റെന്തെല്ലാം ആരും. പക്ഷേ അവിടെ എല്ലാം നമുക്ക് നിൽക്കുന്നത്, പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്ന ഒറ്റ കാര്യമാണ്. എന്തെന്നറിയാമോ? ഫെയ്ത്ത്, അബ്സല്യൂട്ട് ഫെയ്ത്ത്. അവിടുന്ന് എല്ലാം നന്മയിലേക്ക് വരുത്തും. ആ ഒരു പൂർണ്ണ വിശ്വാസം നിനക്കുണ്ട് എങ്കിൽ, കം വാട്ട് മേ, കർത്താവ് അതിനെയെല്ലാം നിയന്ത്രിച്ചാക്കുവാൻ തക്കവണ്ണം ശക്തനും നയിക്കുന്നവരുമാണ്. അതാണ് ഞാൻ പറഞ്ഞ പിതൃവിചാരണയിലുള്ള പ്രോവിഡൻസ് ഇൻ ഫെയ്ത്ത് ഇൻ ദ പ്രോവിഡൻസ് ഓഫ് ഗോഡ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് ആ അർത്ഥത്തിലാണ്. രണ്ടാമത്തെ ഓർക്കുവാനായിട്ടുള്ളത് ഫെയ്ത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം സകലത്വം നിയന്ത്രിച്ച് പരിപാലിച്ച് നയിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ആ വിശ്വാസത്തിന്റെ രണ്ടാമത്തെ മുഖം. ആ ഫെയ്ത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ആ സാന്നിധ്യബോധമാണ് നമുക്ക് കൂടുതൽ ശക്തി നൽകുന്നത് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. കർത്താവിനെ കണ്ട സമയത്താണ് ശിഷ്യന്മാരുടെ ഭയമൊക്കെയും മാറിയത്. പുനരുദ്ധാനം ചെയ്ത് കർത്താവ് മാളിക മുറിയിൽ കൂടിയിരുന്ന ശിഷ്യന്മാർ ഉത്കണ്ഠാകുലരായി ഹൃദയഭാരവുമായിട്ട് ഭാവിയെപ്പറ്റി എങ്ങനെയെന്ന് അറിഞ്ഞ് ആ വിധത്തിൽ കഴിഞ്ഞുകൂടിയ സമയത്താണ് കർത്താവ് നടുവിൽ എഴുന്നള്ളിയിട്ട് പീസ് ബി അൺടു യു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പൊ എഴുതിയിരിക്കുന്നു ശിഷ്യന്മാർ കണ്ട് സന്തോഷഭരിതരായി എന്ന്. ആ സാന്നിധ്യം കർത്താവ് കൂടെ ഉണ്ട്, ഇതാ എത്തിയിരിക്കുന്നു, തൻ്റെ മുമ്പിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ആ സാന്നിധ്യത്തിലേക്ക് വന്നപ്പോൾ എല്ലാ ആകുലങ്ങളും അവരുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയി എന്ന് നമുക്ക് ഓർക്കുവാൻ മനസ്സിലാക്കുവാൻ കഴിയും.
145 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവേ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവർ ഏവർക്കും, സത്യമായി നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നീ എന്താ സമീപസ്ഥനാകുന്നു എന്ന്. 145 സങ്കീർത്തനം 18 വാക്യമാണ്, നീ സമീപസ്ഥനാകുന്നു. അതുകൊണ്ടാണ് ദാവീദ് എഴുതിയത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും. അത് മറ്റൊരു പരിഭാഷയുണ്ട്, മറ്റൊരു വേർഷനുണ്ട്, പഴയ പരിഭാഷ. പഴയതെന്താണെന്നറിയാമോ? മരണനിഴൽ താഴ്വരയിൽ കൂടി നടന്നാലും. രണ്ടുമുണ്ട്. ഇപ്പോൾ കൂരിരുൾ താഴ്വരയിൽ, പഴയ മലയാള പരിഭാഷ നിങ്ങൾ നോക്കുന്നുവെങ്കിൽ നോട്ട് ഷാലോ ദ വാലി ഓഫ് ഡെത്ത് എന്നാ അവിടെ ഉള്ളത്. അത് മരണത്തിന്റെ താഴ്വരയിൽ കൂടി, കൂരിരുൾ നിറഞ്ഞ താഴ്വരയിൽ കൂടി പോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്താ കാര്യം? അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്ത്? നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന്. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്നുള്ള ആ ചിന്തയാണ് വാസ്തവത്തിൽ ഇതിന് ധൈര്യം നൽകുന്നത്. മത്തായിയുടെ സുവിശേഷം നാം വായിക്കുമ്പോൾ അത് തുടങ്ങുന്നതും ഈ ഒരു ചിന്ത നൽകിക്കൊണ്ടാണ്. അവൻ അമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. എന്താ വാക്കിന്റെ അർത്ഥം? ദൈവം നമ്മോട് കൂടെ. 1-ാം അധ്യായം 22. ആ സുവിശേഷം അവസാനിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണെന്ന് അറിയാമോ? 28-ാം അധ്യായം 20-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. എന്തോ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ വാട്ട് ടു വറി? എന്തിനെ പറ്റിയാണ് നമുക്ക് അതിനെ ചിന്തിക്കുവാനായിട്ടുള്ളത് എന്ന് നാം ഇവിടെ ഓർക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. ഏത് സാഹചര്യത്തിലും അവിടുന്ന് കൂടെ ഉണ്ട് എന്നുള്ളത്. കുറേ നാളുകൾക്ക് മുമ്പാണ് ഒരു കത്ത് എനിക്ക് മനോരമയിൽ നിന്ന് കിട്ടി. ആ കത്ത് ഒരാൾ മനോരമയിലേക്ക് അയച്ചു കൊടുത്തതാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്. അയാൾ പുറത്തേതോ ഒരു വലിയ ഹോട്ടലിൽ പോയി ചെന്ന് താമസിച്ചു. ആ ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് ആ ഹോട്ടലില് ഒരു കാർഡ് ഇങ്ങനെ അച്ചടിച്ച് ഭംഗിയായിട്ട് അവരുടെ മുറി വെച്ചിട്ടുണ്ട് വായിക്കാനായിട്ട്. അയാൾ അത് എടുത്ത് വായിച്ചപ്പോൾ അയാൾക്ക് അത് വളരെ ആകർഷകമായി തോന്നി. അത് അയാൾ ടൈപ്പ് ചെയ്ത് എടുത്ത് അത് കോപ്പി മനോരമയിലേക്ക് അയച്ചു. മനോരമയിലേക്ക് അയച്ചിട്ട് പറഞ്ഞു, ഇന്നത്തെ ചിന്താവിഷയം എഴുതുന്ന ആളിന് ഇത് സഹായകമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. ആരാ എഴുതുന്നൊന്നും അയാൾക്ക് അറിയത്തില്ല. അന്ന് ചീരയെ പോലും ചുവട്ട് വെക്കാറില്ലാത്ത കാലമാണ് ആദ്യകാലത്ത്. അത് അയച്ചു. എന്നിട്ട് ചിന്താവിഷയം എഴുതുവാനായിട്ട് എനിക്കത് കിട്ടി. മനോരമയിൽ ഉടൻ തന്നെ എൻ്റെ പേർക്ക് അയച്ചു തന്നു. അതിങ്ങനെയാണ് തുടങ്ങുന്നത്. ഫുഡ് സ്റ്റെപ്സ് ഇൻ ദി സാൻഡ് എന്ന് ഇംഗ്ലീഷിൽ തുടങ്ങുന്നു. One night a man had a dream. He dreamed he was walking along the beach with the Lord. കർത്താവിനോട് ഒരുമിച്ച് നടക്കുന്നു എന്ന് എൻ്റെ മലയാളം ഭാഷ ഞാൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. Across the sky flashed scenes from his life. Each scene he noticed 2 sets of footprints in the sand, one belonging to him and the other to the Lord. പോട്ടെ, അധികം പേർക്കും മലയാളമാണല്ലോ ആവശ്യമുള്ളത്. അത് മലയാളം ഞാൻ വായിക്കാം. ഞാൻ തന്നെ പരിഭാഷപ്പെടുത്തത്. ഞാൻ ഒരു രാത്രിയിൽ സ്വപ്നത്തിൽ ഒരു സാഗര തീരത്തു കൂടി ദൈവത്തോട് ഒരുമിച്ച് നടക്കുകയായിരുന്നു. ആകാശവിരിവിൽ എൻ്റെ ജീവിതത്തിന്റെ രംഗങ്ങൾ ഒന്നൊന്നായി മിന്നിത്തെളിഞ്ഞു. ഓരോ രംഗത്തും പൂഴിയിൽ 4 പാദങ്ങൾ പതിഞ്ഞിരിക്കുന്നു. അവയിൽ 2 പാദങ്ങൾ എന്റേതും 2 ദൈവത്തിൻ്റെതുമാണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ജീവിതത്തിന്റെ അന്ത്യരംഗം ദൃശ്യമായപ്പോൾ പൂഴിയിലെ പാടുകൾ ഞാൻ സൂക്ഷിച്ചു നോക്കി. എൻ്റെ ജീവിതപാതയിലെ പല രംഗങ്ങളിലും 2 കാൽപ്പാടുകൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. അവ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലെ വേദന നിറഞ്ഞതും വൈഷമ്യം ഏറിയതുമായ അവസരങ്ങളായിരുന്നു. ഇതെന്നെ ചിന്താധീനനാക്കി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ അങ്ങേ പിൻപറ്റാം എന്ന് തീരുമാനിച്ചപ്പോൾ
അങ്ങ് എനിക്ക് വാക്ക് തന്നത് എൻ്റെ ജീവിതത്തിൽ ഉടനീളം അവിടുന്ന് എന്നോടുകൂടി നടക്കും എന്നായിരുന്നല്ലോ. എന്നാൽ എൻ്റെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിലും വിഷമഘട്ടങ്ങളിലും 2 കാൽപ്പാടുകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യം എനിക്ക് ഏറ്റവും ആവശ്യമായ നിമിഷങ്ങളിൽ എന്തുകൊണ്ടാണ് എന്നെ തനിയെ വിട്ടിട്ട് മാറിപ്പോയത്? ദൈവം ഉത്തരമരുളി, എൻ്റെ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും അവസരങ്ങളിൽ ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. നീ 1 ജോഡി കാൽപ്പാടുകൾ മാത്രം കണ്ട അതേ അവസരങ്ങളിൽ ഞാൻ നിന്നെ എന്റെ ഭുജങ്ങളിൽ വഹിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് 2 കാൽപ്പാടുകൾ മാത്രം നീ കണ്ടത് എന്ന്. ഉണർന്നപ്പോൾ അയാൾക്ക് ബോധ്യം വന്നു, കൂടെ നടക്കുന്നവനായി ദൈവം ഒരിക്കലും വിട്ടുപോയിട്ടില്ല. കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും സമയത്ത് ദൈവം തന്നെ വിട്ടുപോയി എന്നാ അവൻ വിചാരിച്ചത്. പക്ഷെ അന്നേരം പറയും, നിന്നെ എന്റെ ചുമലിൽ ഞാൻ എടുത്തിരുന്നത് കൊണ്ട് നിന്റെ കാല് നിലത്ത് പതിച്ചിട്ടില്ല, അതുകൊണ്ടാണ് 2 മാത്രം നീ കണ്ടത് എന്ന് വെളിപ്പെടുത്തുന്ന ഈ സത്യം ഞാൻ ഒരു ചിന്താവിഷയമായിട്ട് എഴുതുകയുണ്ടായി. ഞാനിവിടെ സൂചിപ്പിച്ചത് ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ഏറ്റവും ധൈര്യം നൽകുന്ന ഒന്നാണ്. ഞാൻ ആ റേഡിയം സെല്ലിൽ കിടന്ന അനുഭവത്തെ പറ്റി ഞാനിവിടെ പരാമർശിക്കുകയുണ്ടായി. അവിടെ ഒന്നാമത്തെ 4 സൂചികളാണ് നാക്കിന്റെ അടിയിൽ അപ്പുറം ഇപ്പുറയായിട്ട് തറച്ചു വെച്ചിരിക്കുന്നത്. 6400 യൂണിറ്റ് റേഡിയം ഈ 4 സൂചികളിലും വെച്ചിട്ട് അത് നാവിന്റെ അടിയിൽ തറച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ അറ്റത്തു നിന്ന് നൂല് കൊണ്ടുവന്ന് ഇവിടെ ഈ പുറത്ത് കൊണ്ടുവന്ന് ഇവിടെ സ്റ്റിക്കിംഗ് പ്ലാസ്റ്റർ ചോട്ടിച്ചു വെച്ചിട്ടുമുണ്ട്. എന്നിട്ട് നാക്ക് അകത്തോട്ടിട്ടോളാൻ പറഞ്ഞു. നാക്കത്ത് അകത്തോട്ടിട്ടു. നാക്കങ്ങ് വിങ്ങി, ഒന്നും ചവിക്കാൻ മേല, സംസാരിക്കാൻ മേല, വളരെയധികം പ്രയാസം. എന്നിട്ട് മുറിക്കകത്തിൽ കൊണ്ടിട്ട് അടച്ചു, പുറത്ത് താഴിട്ട് പൂട്ടി. എന്നിട്ടോ 7 ദിവസം അവിടെ കിടക്കണം. ഉറങ്ങാൻ ഒക്കുകയില്ല, പല്ല് തേക്കാൻ ഒക്കുകയില്ല, മുഖം കഴുകാൻ ഒക്കുകയില്ല. ഈ ദുസ്ഥിതിയിൽ 7 ദിവസം കഴിഞ്ഞു. എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് രോമാഞ്ചം വന്നു പോവുകയാണ്. അന്ന് 2ാമത്തെ ദിവസം ഓരോ ദിവസവും ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടി എന്നവൾ പറയുന്നുണ്ട്. എൻ്റെ തടവറ ജീവിതത്തിൻ്റെ 2ാം ദിവസം ചില പ്രാർത്ഥനകൾ എഴുതാം എന്ന് ചിന്തിച്ചു. അങ്ങനെ ശ്രമിച്ചപ്പോൾ 136 സങ്കീർത്തനത്തിന്റെ ശൈലിയിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും ദൈവത്തിന്റെ ദയയെക്കുറിച്ചും ഓർത്ത് ചിലതൊക്കെ കുത്തിക്കുറിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അന്ന് എൻ്റെ ഭാര്യ ആശുപത്രി DMO ഒക്കെ ആയിരുന്നത് കൊണ്ട് അവർ പുറത്ത് ഒരു മുറി കൊടുത്തിട്ടുണ്ട്, പക്ഷെ കാണാൻ ഒക്കുകയില്ല. ഞാനൊരു കുറിപ്പ് കൊടുത്തയക്കുമ്പോൾ അതിൽ എനിക്ക് എഴുതാൻ കടലാസും ഒക്കെ കൊടുത്തു വിടും പ്യൂണിന്റെ കയ്യിൽ. അങ്ങനെയാണ്. അപ്പൊ ഞാൻ സങ്കീർത്തനം എഴുതാൻ തുടങ്ങി. എനിക്ക് ഈ സങ്കീർത്തനങ്ങളെ കുറിച്ച് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ജീവിതത്തിൽ വളരെ അധികം നമുക്ക് ഉത്തേജനം നൽകുന്ന തിരുവെഴുത്തിലെ ഭാഗമാണ് 130 ഈ സങ്കീർത്തനങ്ങൾ. അതുകൊണ്ട് ആ സങ്കീർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എഴുതിയ വളരെ ബൃഹത്തായ ഒരു പുസ്തകമുണ്ട്, സങ്കീർത്തന ധ്യാനം എന്ന് പറയുന്ന ഈ പുസ്തകം. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിരിക്കേണ്ടതാണ്. ഓർത്തഡോക്സ് പെർസ്പെക്റ്റീവില് സങ്കീർത്തനങ്ങളെ കുറിച്ച് മറ്റാരും എഴുതിയിട്ടില്ല. 150 സങ്കീർത്തനങ്ങളെ കുറിച്ചും നമ്മുടെ ആരാധനയിൽ ഏതെല്ലാം ഭാഗത്ത് ഏതെല്ലാം സങ്കീർത്തനങ്ങൾ എന്തൊക്കെ എന്നുള്ളതെല്ലാം കൂടെ ചേർത്ത് പോകട്ടെ. ഇതിന്റെ കുറെ കോപ്പികളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് വാങ്ങിക്കാം. ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞുകൊള്ളാം. ഈ 136 സങ്കീർത്തനം ആർക്കറിയാം എന്താ സങ്കീർത്തനത്തിന്റെ പ്രത്യേകതയെന്ന്? 136 സങ്കീർത്തനം എന്ന് കേട്ടപ്പോൾ ആർക്കും അറിയാൻ പാടില്ല. അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ പറയുന്ന ആ സങ്കീർത്തനമാണ്. അപ്പോൾ അന്ന് ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്: രാത്രിയിലും പകലിലും. ഇത് ദാവീദിന്റെ സങ്കീർത്തനമല്ല,
യോശുവയുടെ സങ്കീർത്തനമാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. രാത്രിയിലും പകലിലും എല്ലാ സമയത്തും കൂടെയുള്ളവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകാന്തതയിൽ കൂട്ടായ്മ നൽകുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. വേദനയുടെ നടുവിൽ ധൈര്യം പകരുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. രോഗത്തെ നീക്കുവാൻ ശക്തിയുള്ളവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. വീഴ്ചയിൽ നിന്ന് തന്റെ ബലമുള്ള ഭുജത്താൽ എഴുന്നേൽപ്പിക്കുന്നവന്. ഇങ്ങനെ കുറെ അന്ന് ഞാൻ ആ ദിവസം, ഇത് 2ാമത്തെ ദിവസമായി എഴുതിയത്, 7 ദിവസങ്ങൾ കഴിഞ്ഞിട്ടത് ഞാനത് സൂചിപ്പിച്ചത്, ഈ സാന്നിധ്യബോധം അത് നമുക്ക് ധൈര്യം നൽകുന്നതാണ്. ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലൊക്കെ ഞാനിത് കേവലം ചില തത്വങ്ങൾ പറയുന്നതല്ല, അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, സാക്ഷിക്കുവാനായിട്ടുള്ളത്. അങ്ങനെ ദൈവത്തിന്റെ ആ സാന്നിധ്യം, ദ പ്രസൻസ് ഓഫ് ഗോഡ്, അത് വലിയ ശക്തി നമുക്ക് തരുന്ന ആ വിശ്വാസം, that God is present here with me in this loneliness, ഈ ഏകാന്തതയിൽ, ഈ ദുസ്ഥിതിയിൽ, ഈ പ്രതിസന്ധിയിൽ അവിടുന്ന് കൈവിട്ടിട്ടില്ല. I am here, അവിടുന്ന് ഉണ്ട്. ഈ വാഗ്ദാനമാണ് നമുക്ക് ധൈര്യം നൽകുവാൻ തക്കവണ്ണമുള്ളത്. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യെശയ്യാവ് 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ബലമുള്ള എന്റെ കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് പറയുന്ന ആ വാഗ്ദാനം എത്ര വലുതാണ് നിങ്ങൾ ഓർക്കേണ്ടതാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്കൊന്ന് തിരിച്ചറിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഭയങ്ങളൊക്കെ മാറും. ഹീസ് വിത്ത് മീ. അത് വെളിപ്പെടുത്തുന്ന ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഇംഗ്ലീഷ് എഴുത്തുകാരിൽ വളരെ പ്രസിദ്ധനായ ഒരാളാണ് R.L. സ്റ്റീവൻസൺ. ഈ R.L. സ്റ്റീവൻസൺ ചെറുപ്പത്തിൽ വലിയ കുസൃതിയായിരുന്നു, മഹാകുസൃതിയാണ്. ഒരു ദിവസം അവനെ തോന്നി മുറിക്കകത്തി കയറി കഥകൊക്കെ അങ്ങ് അടച്ചു, ബോൾട്ടൊക്കെ അങ്ങ് ഇട്ടു. അത് കഴിഞ്ഞ് ലൈറ്റ് പോയി. അപ്പോഴാ പേടി, ഒറ്റയ്ക്കാണല്ലോ, 5 വയസ്സ് മാത്രമേ കഷ്ടിയുള്ളൂ. അപ്പോഴവൻ ആകെപ്പാട് നോക്കുക, മുറിയിൽ ഇരുട്ട്, ഡാഡിയില്ല, മമ്മിയില്ല, ആരുമില്ല. അയ്യോ, ഇപ്പൊ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അവൻ ഉറക്കെ കിടന്ന് കരയാൻ തുടങ്ങി. മുറി തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ ഒക്കുന്നില്ല. ആ ലോൺലിനെസ്, ആ ഇരുട്ട്, മറ്റാരുമില്ല, താൻ ഇവിടെ കിടന്ന് ചത്തുപോകുമെന്നുള്ള കൊച്ചു കുഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി വാവിട്ട്. അപ്പോഴടുത്ത അപ്പൻ ഇരിപ്പുണ്ടായിരുന്നു. എവിടെയോ കുസൃതി ഒപ്പിച്ചിട്ട് കരച്ചിൽ എവിടെ നിന്നാണെന്ന് മാത്രം അറിയാൻ പാടില്ല. അപ്പൊ മനസ്സിലായി അങ്ങപ്പുറത്തെ മുറി കിടന്നാ കരയുന്നതെന്ന്. വാതുക്കെ ചെന്ന് നിന്നു. എന്താ കാര്യം? എനിക്ക് മുറി തുറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഡാഡിക്ക് കാര്യം, മോനെ സാരമൊന്നുമില്ല, ഞാനിവിടെ ഉണ്ട്, വേണ്ടി വാതുക്കലാണ് ഞാൻ നിൽക്കുന്നത്. അവന്റെ കരച്ചിൽ പോയി. എന്താ അവന് കരച്ചിൽ പോയിട്ടും പിന്നെ ഡാഡിയോട് അവൻ വർത്തമാനം പറയാൻ തുടങ്ങി. ഡാഡി അവനോടും വർത്തമാനം പറഞ്ഞു. കരച്ചിൽ പോയിട്ട് നേരെ മറിച്ച് ആ മുറിക്ക് മാറ്റമൊന്നും വന്നില്ലല്ലോ. ഉണ്ടോ? മുറിക്കകത്ത് ആരും കയറിയിട്ടില്ല. അവൻ ഭയപ്പെട്ട അതേ സാഹചര്യം തന്നെയാണ് അപ്പോഴും ഉള്ളത്. ഇരുട്ടുണ്ട്, മറ്റാരും അതിനകത്തില്ല, അവൻ ഒറ്റയ്ക്കാണ് അതിനകത്ത്. ഇതൊക്കെയാണ്. പക്ഷേ അവൻ ഇപ്പൊ ധൈര്യമുണ്ട്. അവൻ അപ്പനോട് നല്ല സംസാരിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്താ? അപ്പുറത്ത്, ആ വാതിലിന് അപ്പുറത്ത് കഥകോട് ചേർന്ന് അവന്റെ ഡാഡി നിൽപ്പുണ്ട്. അത് വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ഭയമൊക്കെ മാറി. സാഹചര്യത്തിന് വ്യത്യാസമൊന്നുമില്ല. But the presence of God, the realization that the Lord is present, സാഹചര്യത്തിന് മാറ്റം വരണ്ട, അത് അവർ തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷെ കർത്താവ് അവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു ധൈര്യമാണ് നമ്മെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം വേണ്ടിയിരിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പൗലോസ് അപ്പോസ്തലനും ഇതുപോലെ നിർണായകമായ ഒരു അവസരമുണ്ടായി. തന്റെ ജീവിതത്തിൽ എന്ത് കൊടുങ്കാറ്റ് അടിച്ചിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് വളരെ ഭയമുണ്ടായി. എന്താ സംഭവിക്കാൻ പോകുന്നത്? യെരൂശലേമിൽ ചെല്ലുമ്പോഴത്തേത് അവിടുത്തെ എതിർപ്പുകൾ വളരെയധികമുണ്ട്. താൻ സേവിക്കുന്ന കർത്താവിന് നേരിട്ടതുപോലെയുള്ള ദുരന്തം തനിക്ക് നേരിടാം യെരൂശലേമിൽ. പക്ഷേ അങ്ങനെ താനായി വളരെ ആകാംക്ഷയോടെ ഉത്കണ്ഠയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്ക് കേട്ടു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ പോവുക.
നിനക്ക് യാതൊന്നും സംഭവിക്കില്ല. ദൈവത്തിന്റെ വാഗ്ദാനം ആ സമയത്തുണ്ടായി, നിന്നോടുകൂടെ ഞാനുണ്ട്. പിന്നെ പൗലോസിന് ധൈര്യമായി വളരെ ഉത്സാഹത്തോടെ യെരൂശലേമിൽ എത്തുവാനും അവിടെ ദുരന്തങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിനെ നേരിടുവാനും കഴിഞ്ഞത് ഈ വാഗ്ദാനമാണ്. എന്ത്? ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇത് ഒന്ന് റിയലൈസ് ചെയ്യാൻ നോക്കുമോ? രാവിലും പകലിലും എല്ലാം എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. കൂരിൽ താഴ്വയിൽ കൂടി നടന്നാലും എനിക്കൊന്നും അനർത്ഥവും ഭയപ്പെടുകയില്ല. നമുക്ക് ആ പാട്ടിലൊന്ന് പാടാം. കൂരിരുൾ താഴ്വരയാതിൽ നടൻ സാരമിൽ നാം കേൾക്കുകയുണ്ടായി. നമ്മളുടെ ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെയും നമുക്ക് അതിജീവിക്കുവാൻ കഴിയുന്ന ഒറ്റ കാര്യത്തിൽ മാത്രമാണ്, ഒന്നുകൊണ്ട് മാത്രമാണ്, ദൃഢമായ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. അതിന് പേരിൽ പറഞ്ഞതുകൊണ്ടായില്ല. ആ വിശ്വാസത്തിൽ നമ്മുടെ അസ്ഥിയിലും മജ്ജയിലും നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല ആഴത്തിൽ ചെന്നെത്തുവാൻ കഴിയേണ്ടതാണ്. ഒരുപക്ഷെ ദൈവം ഇന്ന് നിങ്ങളെ ഇവിടേക്ക് വരുത്തിയത് ആ വിശ്വാസത്തിന്റെ അവസ്ഥ നിങ്ങളുടേത് എങ്ങനെയെന്നൊന്ന് പരിശോധിച്ച് നോക്കുവാൻ വേണ്ടിയായിരിക്കും. പലരും വളരെ ഇളകി ഇരിക്കുന്ന അനുഭവത്തിലാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വാദിക്കുന്നു, നിന്റെ വിശ്വാസത്തിന്റെ അളവ് മാറ്റ്, നിന്റെ വിശ്വാസത്തിന്റെ ആ അവസ്ഥ എന്ത് എന്നൊന്ന് പരിശോധിക്കുവാൻ. നാം നേരത്തെ കേട്ടതുപോലെ രണ്ട് കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ഒന്ന്, ദൈവത്തിന്റെ പിതൃവിചാരണയാണ്. ദൈവമെല്ലാം നന്മയിലേക്ക് നയിക്കുന്നവനാണ്, വരുത്തുന്നവനാണ്. ഹീസ് ദ പ്രോബ്ലം. നിനക്ക് ഓരോരുത്തരെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് നമ്മളെ നയിക്കേണ്ടത്. രണ്ട്, നാം കേട്ടു, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ പരിപാലനം മാത്രമല്ല, ആ ദൈവം അങ്ങ് വിദൂരതയിൽ നിന്ന് പരിപാലിക്കുന്നവനല്ല, എന്നോട് കൂടെ ഞാൻ ആയിരിക്കുന്ന ഇടത്ത് എന്റെ സ്ഥാത നാം ഓർക്കുവാനായിട്ടുള്ളത് ആ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മോടൊപ്പം വർത്തിക്കുന്നവനായിട്ടുള്ള ഒരു ദൈവത്തെയാണ്. ആ സാന്നിധ്യബോധമാണ് നമ്മുടെ രോഗത്തിന്റെ അവസ്ഥയിലും പ്രയാസങ്ങളിലും ഒക്കെ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടിയിരിക്കുന്നത്. എനിക്ക് ഈ അടുത്ത സമയത്ത് ഒരു പരിശോധന നടത്തേണ്ടതായിട്ട് വന്നു. ഒരു MRI സ്കാൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അടുത്ത സമയത്ത് ഒരു 5-6 മാസമേ ആയുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, അച്ഛൻ ഇപ്പോഴും ലോകത്തിന്റെ പിടി ഓരോന്നുണ്ട് ഇങ്ങനെ കടന്നു വരുന്നു, ഞാൻ അതിനെയൊക്കെ നേരിടുന്നു, ദൈവം എന്നെ നയിക്കുന്നു, അങ്ങനെ ഇന്നും തുടരുന്നു പ്രവർത്തനങ്ങൾ. ഇപ്പോഴും ഈ 85-ലെത്തി നിൽക്കുമ്പോഴും സെമിനാരി പഠിപ്പിക്കുന്നുമുണ്ട്. ആ വിധത്തിലൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്ത് ഈ MRI ഇതിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ അരിക്ക് മുഴുവനായിട്ട് ഇരുട്ടി കയറുന്നത് പോലെ വെളിച്ചമുണ്ടെങ്കിൽ തന്നെ ശ്വാസം മുട്ടുന്നതാ. ഞാൻ ചോദിച്ചു, എത്ര സമയം ഇതിനകത്ത് കിടക്കേണ്ടി വരും? കുറച്ച് സമയമേ ഉള്ളൂ. എങ്കിലും എത്ര സമയം? സമയമൊന്നും പറഞ്ഞില്ല, കുറച്ച് സമയം. ഞാൻ കയറി കിടന്നു 1.5 മണിക്കൂർ. അനങ്ങാൻ പാടും, മുഖം തലയൊന്ന് ചൊറിയണമെങ്കിലും നിവൃത്തിയിൽ ഒരേ കിടപ്പ്. എങ്ങനെയാ ഇത്? അപ്പോഴാ ഓർത്തത്, ഇത് നല്ല അവസരമാണ്. ജീസസ് പ്രയർ ചൊല്ലാൻ പറ്റിയതാണ്. ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് ഹാവ് മേഴ്സി ഓൺ മീ എ സിന്നർ. ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് ഹാവ് മേഴ്സി ഓൺ മീ എ സിന്നർ. ഇതിങ്ങനെ ഉരുവിട്ടുകൾ. പിന്നെ അപ്പോഴേക്കും അയ്യോ ശ്വാസം മുട്ടൽ പോലെ തോന്നുക. പിന്നെയും പ്രാർത്ഥന. ആ കർത്താവിന്റെ ഒന്ന് ഓർത്ത് നോക്കാം, മുഖം ഒന്ന് കാണുക. ഇങ്ങനെ നമ്മളുടെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നമുക്ക് അതിനെ അതിജീവിക്കുവാൻ കഴിയുന്ന ഒന്നുകൊണ്ട് മാത്രമാണ്, ടു റീകോൾ ദ പ്രസൻസ് ഓഫ് ഗോഡ് വിത്ത് അസ്. ഈ ക്രൈസിസിൽ അവിടുന്ന് കൂടെ ഉണ്ടെന്നുള്ളത് വരുമ്പോഴേക്ക് ഹൃദയത്തിൽ വലിയ ആശ്വാസം ഉണ്ടാകും, നമുക്ക് ധൈര്യമുണ്ടാകും. ഇതാണ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. 2 കാര്യങ്ങൾ പറഞ്ഞതും പി എന്നുള്ള ഇംഗ്ലീഷ് വാക്കുകൾ കൊണ്ട് ആരംഭിക്കുന്നതാണ്. പ്രോവിഡൻസ് ഓഫ് ഗോഡ്. രണ്ടാമത്തത് പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യം എന്നുള്ളത്. മൂന്നാമത്തതും പി കൊണ്ട് തുടങ്ങുന്ന അക്ഷരം തന്നെയാണ് ഫെയ്ത്ത് ഇൻ ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശക്തിയിലുള്ള ആ ഒരു വിശ്വാസമാണ്. കൂടെ നിന്നതുകൊണ്ട് മാത്രം പ്രയോജനമില്ല,
കൂടെയുള്ളവൻ ശക്തനായിരിക്കണം. കൂടെയുള്ളവൻ അതിന് അതിജീവിക്കുവാൻ, അതിനെ തരണം ചെയ്യുവാൻ, നമ്മെ പ്രാപ്തനാക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളവനായിരിക്കണം. ആ ദൈവത്തിന്റെ ശക്തി, അതാണ് നമുക്ക് ധൈര്യം നൽകുവാൻ വേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. വാഴ്ത്തപ്പെട്ട അമ്മ ഈ വിശ്വാസത്തിൽ ഉറച്ചവളായിരുന്നു. അതുകൊണ്ട് പാട്ടുപാടിയ സമയത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അമ്മ ഒരു പാട്ടുപാടി. ആ പാട്ട് നമുക്കൊക്കെ അറിയാം, കാണാപ്പാടും അറിയാം. മറിയാം പറഞ്ഞു, എന്തെന്നാൽ എന്റെ ദേഹികർത്താവിനെ പുകഴ്ത്തുന്നു പറഞ്ഞുകൊണ്ട് ആ പാട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വലിയവനായവൻ, ശക്തിയായവൾ എന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു. ശക്തനായവൻ എങ്കിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. ശക്തനായവൻ, the mighty one has done great things in me. എന്നിൽ ശക്തൻ, ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് അമ്മയുടെ മനസ്സിൽ, മാതാവിന്റെ മനസ്സിൽ ഉണ്ടായ വലിയൊരു ചിന്ത. ആ ശക്തിയാണ് തന്നിൽ പ്രവർത്തിച്ചത്, ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്തയാണ് ഉണ്ടായിരുന്നത്. വെളിപാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന ഒരു വലിയ വിശേഷണമുണ്ട്. യേശുക്രിസ്തുവിന് നൽകിയിരിക്കുന്ന ഗ്രീക്ക് ഭാഷയിലാണത്. ഞാൻ റഷ്യയിലെ പള്ളിയിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. ആ പള്ളി ഇതുപോലെ വലിയ ഡോമൊക്കെ ഉള്ളത് പോയി കണ്ടതൊക്കെ ഞാൻ ഓർക്കുന്നു. അതിൻ്റെ എല്ലാം മുകളിൽ ഇങ്ങനെ കൈ വിരിച്ചിങ്ങനെ നിൽക്കുന്ന കർത്താവിൻ്റെ ഒരു വലിയ ഐക്കണാണ് അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ആ ഐക്കണിന്റെ പേര് പാന്റാക്രാറ്റോർ, സർവശക്തൻ എന്ന്. യേശുക്രിസ്തുവിന് ഈ പേര് വെളിപാട് പുസ്തകത്തിൽ 9 പ്രാവശ്യം നൽകിയിട്ടുണ്ട്. സർവശക്തൻ, സർവശക്തൻ എന്ന്. അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ബലഹീനനായിട്ടാ അവിടുന്ന് ആയിരുന്നത്. അവിടുന്ന് കല്ലടാവിൽ ജനിച്ച്, ഉറക്കമേറ്റ്, ചമ്മട്ടിയിലെ അടിയേറ്റ്, അവിടുന്ന് വിശന്നവനായി, അവിടുന്ന് ക്ഷീണിച്ചവനായി, അങ്ങനെയുള്ള ആളാ. പക്ഷെ ഇപ്പോൾ അവിടുത്തെ സ്ഥാനം സർവശക്തൻ. അതിനാണ് ഗ്രീക്കില് പാന്റാക്രാറ്റോർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അധിപനായിട്ടുള്ളവൻ. അതുകൊണ്ടാ പറയുന്നത്, കണ്ടാലും ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ജീവിച്ചെഴുന്നേറ്റിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. മരണത്തിന്റെ മേലും അധികാരമുള്ളവനായ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നവനായ കർത്താവ് സർവശക്തനാണ്. ഏത് സാഹചര്യത്തെയും കീഴടക്കുവാൻ തക്കവണ്ണം, നിയന്ത്രിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ്. ഈ ഒരു ചിന്തയാണ്, ശക്തിയാണ് നമുക്ക് ധൈര്യം നൽകേണ്ടത്. നിങ്ങൾക്കറിയാമോ, ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകപ്പെട്ട യഹൂദന്മാരുടെ കൂട്ടത്തിൽ കൗമാരപ്രായക്കാരായ 3 ബാലന്മാരുണ്ടായിരുന്നു. ആ പേര് പറയുള്ളൂ എന്ന് എനിക്കറിയാം, അതല്ല അവരുടെ പേര്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷനായി. അച്ഛാ, വേദപുസ്തകത്തിൽ ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചതും ശദ്രക്ക് മേശക്ക് അഭേദനകോ എന്നാണല്ലോ അച്ഛൻ പറഞ്ഞിപ്പോൾ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനല്ലോ നിങ്ങൾ പറയും. അതാണോ അവരുടെ യഥാർത്ഥ പേര്? അവരുടെ യഥാർത്ഥ പേര്, അപ്പനും അമ്മയും ഇട്ട പേര്, ചെറുപ്പത്തിൽ അവർക്ക് കൊടുത്ത പേര് ഹനനിയ, അസറയ, മീശായേൽ. ഇതാ അവരുടെ യഹൂദനാമം. അവരെ പ്രവാസത്തിൽ അടിമകളായി ബാബിലോണിൽ കൊണ്ടുപോയപ്പോൾ ബാബിലോണിയുടെ പേര് കൊടുത്തതാ. ഇവിടെ ക്രിസ്ത്യാനിയായിരുന്ന മുസ്ലിം ആകുന്നുണ്ടല്ലോ ഇപ്പോൾ. അന്നേരം അവർക്ക് പേര് വേറെ ഫാത്തിമ എന്നും അതുപോലെ അബ്ദുള്ള എന്നും ഒക്കെ പേര് മാറ്റിക്കൊടുത്തതുപോലെ ഇവർക്ക് പേര് മാറ്റിക്കൊടുത്തതാണ് ശദ്രക്ക് മേശക്ക് അഭേദനകോ എന്നുള്ളത്. അതല്ല അവരുടെ പേര്. അവരുടെ പേര് എപ്പോഴും ഓർക്കണം. നമ്മൾ നമസ്കാരത്തിലൊക്കെ ചൊല്ലുന്നത് അസറിയ, ഹനനിയ മുതലായവരുടെ മേൽ, ഇതാണ് നമ്മൾ ചൊല്ലുന്നത്. അതുകൊണ്ട് ആ തെറ്റൊന്ന് തിരുത്തുവാൻ വേണ്ടി അത് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ ചക്രവർത്തിയുടെ ബിംബത്തെ ആരാധിക്കണം. ആരാധിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടും. ആ ഒരു വലിയ വെല്ലുവിളിയാണ് അവരുടെ മുമ്പിലുള്ളത്. ഏതൊരു ബാലൻ, കൗമാരപ്രായക്കാരാണെങ്കിലും വിറച്ചു പോകും. ഈ ആളിക്കത്തുന്ന അഗ്നി കാണുമ്പോൾ എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും കുമ്പിടാം എന്ന് പറയും. ബിംബത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും മതി, ചെയ്യും. പക്ഷേ ഈ ബാലന്മാര്, അവരുടെ ധീരോദാത്തരായിരിക്കുന്ന അവരുടെ വാക്കുകൾ നാം ഇവിടെ പ്രത്യേകിച്ച് കേൾക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ്. അവര് പറഞ്ഞ വാക്കുകൾ, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് രാജാവിന്റെ കയ്യിൽ നിന്നും ഈ അഗ്നിയിൽ നിന്ന് രക്ഷിക്കുവാൻ
ശക്തനാണ് എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു എന്ന്. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ആ ദൈവം രാജാവിന്റെ കയ്യിൽ നിന്നും ഈ അഗ്നിയിൽ നിന്നും രക്ഷിപ്പാൻ ശക്തനാണ്. ഹി ഈസ് മൈറ്റി, ഹി ക്യാൻ സേവ് അസ്. ഈ ധൈര്യം അവർക്ക്, അതാ വിശ്വാസത്തിന്റെ വലിയ ആ ഉന്നതമായ അനുഭവമാണ് നാം അവിടെ കാണുന്നത്. യാതൊരു സംശയവും അവർക്കില്ല. അവരെ വലിച്ചെറിഞ്ഞു. എറിഞ്ഞിട്ട് അപ്പോഴും അവര് പരിങ്ങിപ്പോയില്ല, അവർ പിന്മാറിപ്പോയില്ല. അപ്പോഴാണ് നാലാമത് ഒരാളായിട്ട് അവരുടെ കൂടെ നടക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവേ, ഈ നാലാമത് ഒരാളായിട്ട് അവിടുന്ന് കൂടെ ഉണ്ടായാൽ മതി. അഗ്നികുണ്ഡത്തിലായിക്കൊള്ളട്ടെ. കർത്താവ് പറയുന്നില്ല നിങ്ങൾക്ക് പ്രയാസങ്ങളൊന്നും വരില്ലെന്നൊന്നും പറയുന്നില്ല. അഗ്നികുണ്ഡം പോലുള്ള പ്രയാസം നിങ്ങൾക്ക് വരും. കർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ടോ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്. കഷ്ടത ഇല്ലെന്നൊന്നും ഉണ്ടാവത്തില്ലെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. യു വിൽ ഹാവ് ടു ഫേസ് പ്രോബ്ലംസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. പക്ഷേ ആ പ്രയാസങ്ങളുടെ നടുവിൽ അവിടുത്തെ സാന്നിധ്യമുണ്ടെങ്കിൽ, ആ അഗ്നികുണ്ഡത്തിൽ അവിടുന്നുണ്ടെങ്കിൽ, അഗ്നികുണ്ഡം വന്നുകൊള്ളട്ടെ, ഒരു കുഴപ്പമില്ല. അത് നമുക്ക് ഒരു വങ്ങൽ പോലും എത്തിയിട്ടില്ലെന്നാ പറയുന്നത്. നമ്മുടെ വസ്ത്രം പോലും വങ്ങൽ ഏൽക്കാതെ നിരപായം അവർക്ക് നിലകൊള്ളുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളത്. ഇവിടെയാണ് ആ വിശ്വാസത്തിന്റെ മാറ്റം എത്രമാത്രം ഉണ്ട് എന്ന്. ആ കൗമാരപ്രായത്തിലാണെങ്കിൽ അത് ലഭിച്ചത് മാതാപിതാക്കളിൽ നിന്നാണ്. മക്കൾക്ക് ഈ വിശ്വാസം ലഭിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. അത് അവർക്ക് ലഭിക്കാത്തതാണ് ഇന്നത്തെ കുഴപ്പം മുഴുവനും. ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന വലിയൊരു പ്രമാദം ഈ വിശ്വാസത്തിന്റെ മൂല്യങ്ങളുള്ള മാതാപിതാക്കൾ അത് മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല എന്നുള്ളത്. ഇന്ന് എനിക്കെന്തെങ്കിലും ഞാൻ ആർജിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഒസ്താത്യോസ് തിരുമേനി, എപ്പോഴും നമ്മൾക്ക് പ്രിയപ്പെട്ടവനായ ഒസ്താത്യോസ് തിരുമേനി, അദ്ദേഹത്തെ പറ്റി ഏറെ പറയുവാൻ ഇവിടെ നിൽക്കുമ്പോഴൊക്കെ ഓർത്തു പോവുകയാണ്. 54 മുതൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കിട്ടിയത് എവിടെ നിന്നാണ് ചോദിച്ചാൽ എൻ്റെ അമ്മച്ചിയിൽ നിന്നാണ്. എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു. അമ്മയാണ് ഈ ദാനധർമ്മം ചെയ്യുന്നതിന്, സുവിശേഷത്തെ പറ്റിയുള്ള എരിവ്, മറ്റുള്ളവരെ പറ്റിയുള്ള കരുതൽ ഇതൊക്കെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ ഹനനിയ, അസറയ, മീശായെ ഈ കുഞ്ഞുങ്ങൾക്ക് അവർ ബാബിലോണിൽ പോയി അവിടുത്തെ ജീവിതവുമായി ഇഴുകിച്ചേരുവാൻ തക്കവണ്ണമുള്ള പ്രേരണയും നിർബന്ധവും അവർക്ക് വന്നു. പക്ഷെ അപ്പോഴും അവർ ഉറച്ചു നിന്നു. ഞങ്ങൾക്ക് ചില മൂല്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് ചില പൈതൃകങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അതിൽ നിന്നാണ് മാത്രം ഞങ്ങൾ വ്യതിചലിക്കില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അപ്പൊ പറഞ്ഞു, രാജാവിന്റെ കൽപ്പനയാ നിങ്ങൾ ഇതൊക്കെ തിന്നണം, പന്നിയിറച്ചിയും മറ്റതും മറിച്ചതും ഒക്കെ ഉണ്ട് അവിടെ രാജാവിന്റെ കൊട്ടാരത്തിൽ. നോ, ഞങ്ങൾക്കതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഈ പറയുന്ന ശാഖപദാർത്ഥം മാത്രം മതി, പയറും വെള്ളം മതി, ഞങ്ങൾ കഴിച്ച് ജീവിച്ചോളാം, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ പൈതൃകം അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ വലിയ പരിശോധനയുടെ നടുവിൽ വന്നപ്പോഴും ആ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനാണ്, അഗ്നികുണ്ഡത്തെയും അതിജീവിക്കുവാൻ, ഞങ്ങൾക്ക് അതിൻ്റെ ജ്വാലയെ കെടുത്തുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകുന്നവരാണ് എന്ന് വിശ്വസിച്ചതായി നാം അവിടെ കാണുന്നുണ്ട്. ആകയാൽ നാം കേട്ടതായ ആ വലിയ സത്യം ഒന്നുകൂടി ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ന് പറ്റിയിരിക്കുന്ന വലിയൊരു പരാജയം, ഒരു പരാജയ ഭീതി അനേകരുടെ, സെൻസ് ഓഫ് ഡിഫീറ്റിസം. ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് എന്നെ പറ്റുന്നില്ല. അച്ഛാ എന്താ ചെയ്യേണ്ടത്? കൂടി നിർത്തണമെന്ന് വിചാരമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അതുപോലെ വഴക്കിടരുതെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഇങ്ങനെ പലതിനെ പറ്റിയും പറഞ്ഞിട്ട് പറയുന്നെന്താ? പറ്റുന്നില്ല. എ സെൻസ് ഓഫ് ഡിഫീറ്റിസം, പരാജയ ബോധം. പക്ഷേ നമുക്കൊന്ന് ഓർക്കുവാനുള്ളത്, എന്നെ ശക്തനാക്കുന്നവൻ നിമിത്തം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന്റെ ശക്തി ഉണ്ട് എങ്കിൽ അതിജീവിക്കുവാൻ, അതിനെ ഓവർകം ചെയ്യുവാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല ഈ ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ശക്തി അത്ര വലുതാണ്. അതാണ്
എനിക്ക് നിങ്ങൾക്കും വേണ്ടിയിരിക്കുന്ന ഒന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ വളരെ സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെയും പറയുന്നുള്ളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നതോ തിന്മയാണ്. എന്നിട്ടൊരു ചോദ്യം, ഓ wretched man that I am, who shall set me free? അയ്യോ, ഞാൻ അരിഷ്ടനായ മനുഷ്യൻ, എന്നെ ആര് ഈ ദുസ്ഥിതിയിൽ നിന്ന് വിടുവിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ഓ wretched man that I am, who shall set me free? ഈ ആരെന്നെ വിടുവിക്കും? അപ്പോഴാണ് പിന്നെ നമ്മൾ വായിക്കുന്നു റോമാലേഖനം 7-ാം അധ്യായത്തിലെ 25-ാമത്തെ വാക്യത്തിൽ 7:25 കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ വിശ്വാസം, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വിശ്വാസം, ആ ദൃഢമായിരിക്കുന്ന ആ ശക്തനായവനുള്ള വിശ്വാസം, പാൻറ്റക്രാറ്റോ എന്നുള്ള കർത്താവിലുള്ള വിശ്വാസം, തനിക്ക് അതുവരെയും ജയിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നതിനെ ജയിക്കുവാൻ തക്കവണ്ണമുള്ള കഴിവ് പൗലോസ് അപ്പോസ്തലന് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട് എഫേസൂസിലെ ആളുകൾക്ക് വേണ്ടി. ഒരു പക്ഷേ ഈ മലങ്കരയിലുള്ള ആളുകൾക്ക്, ഇന്ന് പരിമല കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ പ്രാർത്ഥനയായിരിക്കും അദ്ദേഹം നടത്തുന്നത്. കാരണം നമുക്കൊക്കെ ആവശ്യമായിരിക്കുന്ന ഒരു വിഷയമാണ് ആ പ്രാർത്ഥനയിലുള്ളത്. എന്ത് എന്ന് നമുക്ക് കേൾക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇത് കേൾക്കാം. എന്താണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് എന്ന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എന്തായിരുന്നു എന്ന് നമുക്ക് അവിടെ കേൾക്കാം. 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. ഇന്നത്തേതാണ് കേൾക്കേണ്ടത് കേട്ടോ. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന്. വായിച്ചാൽ മനസ്സിലാവുമല്ലോ, ഒറ്റ വായിച്ചാൽ കിട്ടുകയില്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താ? ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം നിങ്ങളൊന്ന് അറിയണം. ഇന്ന് ഇത് അറിയാൻ മേല. ഇന്ന് അതിനെപ്പറ്റി നമുക്ക് ബോധ്യമില്ല. We are not aware of the power of God which is operating in us. നമ്മിൽ വ്യാപരിക്കുന്നുണ്ട് ഈ ശക്തി. പ്രിയമുള്ളവരെ, വിശ്വസിക്കുന്ന നമ്മിൽ വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതാണെന്ന് നിങ്ങൾ ഒന്ന് അറിയണം. പിന്നീട് അപ്പൂപ്പൻ താടി പോലെ ബലവും ഒന്നുമില്ല, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു നിരാശാബോധത്തിൽ കയ്യും കാര്യം ഇട്ട് അടിക്കേണ്ട ദുസ്ഥിതി ഒന്നും വരില്ല. ശക്തിയായിട്ട് പറയാം, എന്നെ ശക്തരാക്കുന്നതും സകലത്തിൽ മതിയാകുന്നു എന്ന്. അതുകൊണ്ട് പൗലോസിന്റെ ഈ പ്രാർത്ഥന നമ്മുടെ മലങ്കര സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമുക്ക് മറ്റു പലതിലും ശക്തി പ്രകടനങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ മിടുക്കലുമാണ്. ഒരു നൊടിയിട കൊണ്ട് നമ്മൾ എത്ര വേണമെങ്കിലും മുഴുവൻ ഇളക്കി മറിക്കത്തക്കവണ്ണമുള്ള കഴിവൊക്കെ നമുക്കുണ്ട്. എത്ര ആളുകളെ ബഹളം വെക്കണമെന്ന് വെച്ചാലും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ആത്മീയ ശക്തി ഇന്ന് കുറഞ്ഞു പോയിട്ട് ജഡത്തിന്റെ ശക്തിയാണ് ഇന്ന് നടമാടുന്നത്, അരങ്ങേറുന്നത്. അതിന്റെ പ്രകടനങ്ങളാണ് ഇന്ന് സഭയിൽ വഴക്കും തെക്കും ഒക്കെ ഉള്ളത്. അതാണ് ആത്മാവിന്റെ ശക്തിയല്ല, ജഡത്തിന്റെ ശക്തിയും അതിന്റെ പ്രകടനങ്ങളും അതിൻ്റെതായിരിക്കുന്ന മറ്റു കാര്യങ്ങളിലൊക്കെയാണ് നമ്മുടെ ശ്രദ്ധയും താല്പര്യവും ഉള്ളത്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിരുന്നെങ്കിൽ, നിങ്ങളുടെ അകക്കണ്ണൊന്ന് തുറന്നിരുന്നെങ്കിൽ. ഇന്നത് അടഞ്ഞിരിക്കുക, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ളതിലേക്കൊക്കെ പോകുന്നത്. നിങ്ങളുടെ അകക്കണ്ണൊന്ന് തുറന്നിരുന്നു എങ്കിൽ, അങ്ങനെ തുറന്നുമ്പോൾ നിങ്ങൾ വിളിച്ചിരിക്കുന്ന എന്ത് വലിയൊരു പ്രത്യാശയ്ക്കാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും.
What is the hope of your calling? You will be able to know what is the hope of your calling. നിങ്ങളെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയും. മാത്രമല്ല പിന്നീട് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി എത്ര വലുതായി നിങ്ങൾ വ്യാപരിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ആ ഒരു അനുഭവമാണ് നമ്മിലേക്ക് എത്തുവാനായിട്ട് വേണ്ടിയിരിക്കും. 12-നല്ലേ 12 ഓക്കെ. എനിക്ക് പിന്നെ ഒരു കാര്യമുള്ളത്, സമയം കൃത്യമായി പാലിക്കണമെന്ന് ബന്ധമുണ്ട്. അതുകൊണ്ട് ഒട്ടും ഞാൻ നീട്ടുകയില്ല. ഞാൻ ആ സമയത്ത് നിർത്തുവാൻ തക്കവണ്ണമാണ്. ഇന്ന് നമ്മൾ മൂന്നാമത് കേട്ടത് എന്തായിരുന്നു? ദൈവത്തിൻ്റെ ശക്തി. നമ്മോട് കൂടെയുള്ളവനായി ദൈവം നമുക്ക് ശക്തി പകർന്നുകൊണ്ട് നമ്മെ നയിക്കുന്നു. അതുകൊണ്ട് നിരാശയും അതുപോലെ തന്നെ ആന്തരികമായ സംഘർഷങ്ങളും ഒക്കെ അതിജീവിക്കുവാൻ നമുക്ക് പ്രാപ്തി നൽകുന്നു എന്നുള്ളതാണ്. കർത്താവ് പറയുന്നുണ്ട്, ബി ഓഫ് ഗുഡ് ചിയർ, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങൾ ശക്തരാകുവീൻ, ഉന്മേഷഭരിതരാകുവീൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. 3 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. 4 പറയാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. 4-മത്തെ ഒന്നും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. 4-മത് ദൈവത്തിന്റെ വിശ്വാസത്തിൽ നമ്മൾ ഉണ്ടാവേണ്ടത് ഫെയ്ത്ത് ഇൻ ദി പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസമാണ്. കർത്താവ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ, ദ ഡിവൈൻ പ്രോമിസസ് ഓഫ് ഗോഡ്, അത് നമുക്ക് വളരെ അധികം ധൈര്യം നൽകുന്നതാണ്. ഞാൻ ഈ പുസ്തകമാണ് എനിക്കെപ്പോഴും ആ സന്തോഷം നൽകുന്നത്. ദൈവത്തിന്റെ വചനം എപ്പോഴും കൂടെ ഉണ്ടാവും. ഞാൻ ആശുപത്രി റേഡിയം സെല്ലിലായിരുന്നപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഇതാണ്, ദൈവത്തിന്റെ വചനമാണ്. പ്രിയമുള്ളവരെ, ഓർത്തഡോക്സുകാരൻ ഇന്ന് അതുമായിട്ടുള്ള ആഭിമുഖ്യം വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. പോകട്ടെ, നമുക്കതൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഉപകരണമായി നമുക്ക് എടുക്കാം. ആ ദൈവത്തിന്റെ വചനം ഇറ്റ്സ് എ ബുക്ക് ഓഫ് പ്രോമിസസ്, വാഗ്ദാനങ്ങളുടെ ഒരു പുസ്തകമാണിത്. ആദ്യോടന്തം നിങ്ങൾ നോക്കിയാൽ അത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ വായിക്കുന്നു, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8-ാം അധ്യായം 56-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. രാജാക്കന്മാർ 8:56 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, താൻ വാഗ്ദാനം ചെയ്തതുപോലെ ഒക്കെയും തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകി ഇരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അടുത്ത വാക്യം, അവൻ തന്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങളിൽ എല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലം ആയിട്ടില്ലല്ലോ. 1 രാജാക്കന്മാർ 8:56. അവിടെയാ പറയുന്നത് അവന്റെ വാഗ്ദാനങ്ങൾ ഒന്നുപോലും നിഷ്ഫലമായിട്ടില്ല. അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? വെളിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. പിന്നെ പറയുന്നു, അങ്ങനെ അവിടുത്തെ വാഗ്ദാനങ്ങൾ എത്രയധികമായിട്ടുള്ളതാണ്. പിന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. വലിയൊരു വാഗ്ദാനം തന്നിട്ടാ പോയത്. ഞാൻ വീണ്ടും വരും നിങ്ങൾ ചേർത്ത് കൊള്ളുവാൻ. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് ഒരുക്കിയിരിക്കുന്ന, വാഗ്ദാനം ചെയ്തിരിക്കുന്ന അതിലേക്ക് ചെന്നെത്തുകയാണ്. ഇങ്ങനെയുള്ള അനവധി വാഗ്ദാനങ്ങൾ ദൈവത്തിന് ജനമേ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടിയിരിക്കുന്നതാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത് ഈ വിശ്വാസത്തിലാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോവരുത്, അസ്വസ്ഥമാകരുത്. പിന്നെ എന്താ? ദൈവത്തിൽ വിശ്വസിപ്പീൻ. കർത്താവെ, ഞങ്ങൾക്ക് നിന്നിലുള്ള വിശ്വാസം അതൊന്ന് ദൃഢമാക്കുവാൻ ഇന്നത്തെ ഞങ്ങളുടെ ഈ ദൈവാലയത്തിലെ ഇരിപ്പും കേൾവിയും പ്രാർത്ഥനയും ധ്യാനവും സഹായകമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഈ കേട്ട കാര്യങ്ങളെപ്പറ്റി അല്പസമയത്തേക്ക് ഒന്നും മൗനമായി കേട്ടിരുന്ന് നമുക്ക് ധ്യാനിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോവരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് ആ മാളികയിൽ വെച്ച് ശിഷ്യന്മാരോട് അരുളി ചെയ്തവനായ കർത്താവെ, ഇന്ന് ഈ ദൈവാലയത്തിൽ വെച്ച്
അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചതും ആ വാക്കുകൾ തന്നെയാകുന്നു എന്ന് ഞങ്ങൾ ഓർക്കുന്നു. അതിന് ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ കുറവ് ഞങ്ങൾ സമ്മതിക്കുന്നു. പലപ്പോഴും സംശയാലുക്കളായി അവിശ്വാസത്തിലേക്ക് വഴുതിപ്പോയിട്ടുള്ള കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ വിശ്വാസത്തിൽ ബലപ്പെടുത്തണമേ. നീ ഞങ്ങളെ നയിക്കുന്നവരും പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ നിയന്ത്രണത്തിലാകുന്നു എന്നോർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് സംഗതിയാകണമേ. മാത്രമല്ല, എല്ലാത്തിലും മതിയായവനായി ഏത് വിഷമതരമായ സാഹചര്യത്തെയും അതിജീവിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളോട് കൂടെയുള്ളവനും ശക്തിയുള്ളവനുമായി ഞങ്ങൾ കാണുന്നു. മാത്രമല്ല, അവിടുത്തെ വിലയേറിയ വാഗ്ദാനങ്ങൾ, മഹത്വം വിലയേറിയതുമായ വാഗ്ദാനങ്ങൾ, അത് ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ വക്താക്കളായി, വിശ്വാസത്തിൻ്റെ പോരാളികളായി നിലകൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. കൃപയിൽ കാത്തുകൊള്ളണമേ. ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ. കഴിഞ്ഞ ദിവസം എൻ്റെ ജന്മദിനം സെമിനാരിയിൽ വെച്ച് വളരെ ആഘോഷമായിട്ട് നടത്തി. ആ സമയത്ത് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് 101 അമൂല്യ അനുപമ ചിന്തകൾ. 101 അനുപമ ചിന്തകൾ. മനോരമയിലെ ഇന്നത്തെ ചിന്താവിഷയത്തിൻ്റെ കളക്ഷൻസ് ആയിട്ട് 10 വോളിയംസ് ഉണ്ട്. ഇത് 10ാമത്തേതാണ്. 20 വർഷമായി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇത് 10ാമത്തെ വോളിയം. ഈ പുസ്തകം കഴിഞ്ഞ ഞായറാഴ്ചത്തെ ചിന്താവിഷയം പോലും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് കുറേ കോപ്പികൾ എൻ്റെ ഡ്രൈവറുടെ കയ്യിലുണ്ട്. പുസ്തകം ഇവിടെ തന്നെ അവരുണ്ട്. നമ്മുടെ നേരെ മുമ്പിൽ അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാം. ആ പുസ്തകം കുറച്ച് കോപ്പികൾ മാത്രം. അതുപോലെ സങ്കീർത്തനം കൺസെഷൻ അല്പം നിങ്ങൾക്ക് കിട്ടും. വലിയ പുസ്തകമാണ്. അതും 5-8 കോപ്പികളുണ്ട്. വാങ്ങിക്കുവാനുള്ള സൗകര്യവും ഉണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് കൂടി വരുവാൻ തക്കവണ്ണം ഇത്രയും സമയം ചെലവിടുവാൻ കഴിഞ്ഞതിൽ നിങ്ങൾ ചിലരൊക്കെയും കാണുന്നുണ്ടായിരിക്കാം. സങ്കീർത്തനത്തെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ആത്മീയ യാത്ര എന്ന ചാനലിൽ ഉണ്ട്. കാണുന്നവരാരെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും വൈകിട്ട് 7 മണിക്ക് ആത്മീയ യാത്രയിൽ സങ്കീർത്തനത്തെക്കുറിച്ചുള്ള ഒരു നല്ല ധ്യാന പഠനം ഉണ്ട്. 56-ാം സങ്കീർത്തനം വരെ ഇപ്പോഴായിട്ടുണ്ട് തുടർച്ചയായിട്ട്. അത് തന്നെ എല്ലാ തിങ്കളും ചൊവ്വായും നിങ്ങൾക്ക് കാണാം. രാവിലെ 8:30. രാവിലെ കാണാൻ പറ്റിയില്ലെങ്കിൽ ബുധനും വ്യാഴവും ഉച്ച കഴിഞ്ഞ് 3:30 നിങ്ങൾക്ക് കാണാം. എങ്കിലും ശനി ഞായറും വൈകിട്ട് 7 മണിക്കുണ്ട് സങ്കീർത്തനം ആത്മീയാത്രയിൽ. പ്രഭാഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ശാലോം TV-യിലുണ്ട്. അതെല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6:30 എന്നുള്ളത്. അങ്ങനെ 2 ചാനലിൽ ക്രമമായി നടത്തുവാൻ കഴിയുന്നു. ഈ എഴുത്തുമുണ്ട്. നിങ്ങളുടെയൊക്കെയും പ്രാർത്ഥനയാണ് എനിക്ക് ശക്തിയും ബലവും നൽകുന്നത്. തുടർന്നും പ്രവർത്തിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഇന്ന് ഈ ധ്യാനത്തിൽ വന്നെത്തിയിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹകരമായി നയിച്ച് ജയകരമായി ഉള്ള ജീവിതം നയിപ്പാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.